Rachel, Good morning. Good good morning. morning, ma'am. Good morning, ma'am. Morning. Morning. Very good morning to all of you. നിങ്ങളുടെ പേരെല്ലാം കഴിഞ്ഞു? ഇല്ല മാം. Okay, please. Prayer. Dear God, thank you for this beautiful morning. Thank you for keeping us safe. Bless our parents, teachers, and friends. Help us to learn new things today. Make us kind. Guide us to do good things. Oh God, be with us today and always. Thank you. Amen. Good morning, all. It's a true pleasure to welcome you all here today. I welcome our Jisha ma'am to this session. Welcome, ma'am. And I welcome you all to this session. Ready to engage. Have a great day. Thank you. Good morning. I'm Shruti Suresh and today's thought. Today's present is tomorrow's past. So make this present a beautiful one. Thank you all. Thank you, ma'am. Okay. Once again, a very good morning to all. ഇന്നും കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാവും. ലൈക്ക് ഈ ഒരു മൺഡേ ശ്രീ മാമിന് ചെറിയൊരു ഒരു തിരക്ക് ഇതുണ്ട്. ഓക്കെ ഫെൻ, നമ്മൾ എവിടം വരെയായി? ലൈക്ക് കുറെ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ടെന്ന് എനിക്കറിയാം. നിങ്ങളൊക്കെ അസൈൻമെന്റ് എല്ലാം ചെയ്തൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മാർക്ക് കിട്ടാത്തതിന്റെ ഒരു കൺസേൺ ഉണ്ടായിരിക്കും. പിന്നെ ഞാനൊരു കാര്യം ഒന്ന് സൂചിപ്പിച്ചോട്ടെ. അസൈൻമെന്റ് ഒരിക്കലും ഫോഴ്സ്ഫുള്ളി ചെയ്യിക്കുന്നതല്ല കേട്ടോ. നിങ്ങൾക്ക് അസൈൻമെന്റ് എഴുതുമ്പോൾ ഓരോ ടോപ്പിക്കിനെ പറ്റി എഴുതുമ്പോൾ അത് മനസ്സിലായിട്ടുണ്ടോ? നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പല കാര്യങ്ങളും പുറത്തേക്കൊന്ന് വരാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എല്ലാവർക്കും പൊട്ടൻഷ്യൽസ് ഉണ്ട്, പല കപ്പാസിറ്റി ഉണ്ട്. അതിങ്ങനെ ചിലപ്പോൾ ഉള്ളിൽ ഇങ്ങനെ ഉണ്ടാകും. അതിനെ പുറത്ത് വരാനുള്ളൊരു അവസരമോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാകാത്തതോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പൊ അത് ഒന്ന് പുറത്തേക്ക് എത്തിക്കണം. അത് ഉദ്ദേശിച്ച് മാത്രമാണ് അസൈൻമെന്റ് തരുന്നത്. അസൈൻമെന്റ് അതാണ്. അപ്പൊ അതൊന്ന് ഓർക്കുക. കാരണം ചില ഒരു പക്ഷെ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവര്, റെക്കോർഡ് ക്ലാസ് കാണുന്നവര് അതുപോലെ തന്നെ മനസ്സിലാക്കിയിട്ട് അങ്ങനെ അസൈൻമെന്റ് ചെയ്യുന്നവരുണ്ട് കേട്ടോ. എനിക്ക് അവരോട് ഭയങ്കര റെസ്പെക്ട് തോന്നുന്നു. കാരണം റെക്കോർഡ് ക്ലാസ് കാണാനായിട്ട് അവർക്ക് സമയം കിട്ടുന്നില്ല. ബട്ട് മാക്സിമം എഫേർട്ടും ഇടുന്നുണ്ട്. അത് വൈവയ്ക്കൊക്കെ പ്രീവിയസ് ബാച്ചുകളിലൊക്കെ വൈവയ്ക്കൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അത് മനസ്സിലാവാറുണ്ട്. പക്ഷെ ക്ലാസ്സുകൾ അവര് മുടങ്ങാതെ കാണുന്നുണ്ട്. പക്ഷെ ക്ലാസ്സുകൾ അങ്ങനെയും കാണാൻ പറ്റാത്ത കുറെ പേരുണ്ട്. അവരെ നിങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. ക്ലാസ്സിൽ ഒരു ബ്രീഫിംഗ് നിങ്ങൾ കൊടുക്കുമ്പോൾ മനസ്സിലാവും. അസൈൻമെന്റ് ഒരിക്കലും നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി തരുന്നതല്ല കേട്ടോ. അസൈൻമെന്റും ആക്ടിവിറ്റി നമുക്കൊരു തിയറി പഠിച്ചു പോകുന്ന പോലെ ഒരിക്കലും മോണ്ടിസോറി ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളെയല്ലേ, ഒന്നും അറിയാത്ത നിഷ്കളങ്കരായ കുട്ടികളെയാണ്. അപ്പൊ ഏതോ തിയറി പഠിച്ചിട്ട് അത് കൊണ്ടുപോയി നമുക്ക് ഒരിക്കലും അവരിൽ അപ്ലൈ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യിക്കുന്നത്. ഓക്കെ, റെക്കോർഡ് എഴുതുന്നതൊക്കെ എനിക്കറിയാം നല്ലൊരു സ്ട്രഗിൾ ആണ്. പലർക്കും പല പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ബട്ട് വൺസ് യു ക്രോസ് ദാറ്റ് റിവർ, അത് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഫ്ലറിഷിംഗ് ആയിട്ടുള്ള ഒരു പ്ലേസ് ആയിരിക്കും. ഓക്കെ, അത് ഓൺ ലൈഫിലും പേഴ്സണൽ ലൈഫിലും പ്രൊഫഷണൽ ലൈഫിലും എങ്ങനെയാണെങ്കിലും. 5th ബാച്ചിലെ ഒരു കുട്ടി ഇന്നലെ എന്നെ കോൺടാക്ട് ചെയ്തു. ഇത്തിരി ലേറ്റ് നൈറ്റ് ആയിട്ടാണ് കോൺടാക്ട് ചെയ്തത്. ബട്ട് എനിക്കത് പ്രോബ്ലം അല്ല. കാരണം അവർക്ക് അത് അറിയാം. എന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്താൽ ആ സമയത്ത് ഞാൻ അവൈലബിൾ ആണെങ്കിൽ റെസ്പോണ്ട് ചെയ്യും. ഞാൻ വേറെ തിരക്കിലും 12 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ്. ആളിതുപോലെ കുറെ വർഷങ്ങൾ വീടിനകത്ത് അങ്ങനെ ആയി. അങ്ങനെ മാരേജ് നേരത്തെയൊക്കെ കഴിഞ്ഞ് കുട്ടികള് ഫാമിലി അങ്ങനെയായി. ആൾക്ക് പറ്റിയിട്ടില്ല പല അത് പഠിക്കാനും ഒന്നും. ഫിനാൻഷ്യലി പ്രോബ്ലം ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു വർഷം ഒരു സ്കൂളില് ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് പോയി. ഒരു വർഷമല്ല, ഒരു മാസം. അപ്പൊ ടീച്ചിങ് പ്രാക്ടീസിനായിട്ട് പോയി കഴിഞ്ഞപ്പോ അവരവിടെ ജോബ് കൊടുക്കാന്ന് പറഞ്ഞു. പക്ഷെ ആളുടെ മനസ്സിൽ വന്നൊരു തോട്ട് എന്തായിരുന്നു എന്നറിയോ? അങ്ങനെ ഞാൻ അവിടെ ജോലി ചെയ്യുമ്പോ എനിക്ക് മാത്രം അതിന്റെ ഒരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് കിട്ടുന്നുള്ളൂ. എനിക്ക് എന്റെ സുഹൃത്തുക്കളെയും കൂടെ സഹായിക്കണം എന്നൊരു ഇതില് സ്വന്തമായിട്ട് ഒരു ഓൺലൈൻ ആയിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തു. നമ്മുടെ മെത്തേഡിന്റെ ഇതും ആ ഒരു ഇൻസ്പിരേഷനിൽ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് മെസ്സേജ് അയക്കുകയായിരുന്നു. ഒരു മാസമായി. കഴിഞ്ഞ ദിവസം ഒരു പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എല്ലാം കൂടെ പഠിച്ചവരും ഒക്കെ തന്നെ ഇതുപോലെ മോണ്ടിസോറിക്ക് കൂടെ ഉണ്ടായിരുന്നവരും അങ്ങനെയുള്ള സുഹൃത്തുക്കളൊക്കെ കഴിഞ്ഞ ദിവസം 7 പേർക്ക് അവരുടെ അക്കൗണ്ടിലേക്ക് സാലറി കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് റിലിക്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അതാണ്. അത് കേട്ടപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒത്തിരി റിമോട്ട് ഏരിയയിൽ നിന്ന് ആയിട്ട് ഇങ്ങനെ ഒരു കാര്യം ആ ഒരു കറേജ് കാണിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അതൊരു എനിക്കൊരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് തോന്നി.
ആ കുട്ടിയും ഒരു എന്താ പറയാ സെൽഫ് നല്ലൊരു ഫീൽ ഉണ്ടാവും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഉള്ളിലെ പൊട്ടൻഷ്യലിനെ നമുക്ക് പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോം ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. ഒരു സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടോ മാർക്ക് ലിസ്റ്റിന് വേണ്ടിയിട്ടോ അതൊക്കെ നമുക്ക് വേണം, കാരണം നമ്മുടെ ഒരു ക്വാളിഫിക്കേഷന്റെ ക്രൈറ്റീരിയ ആണ്. ഓക്കെ, നമ്മൾ എവിടെ വരെ? യെസ് പ്ലീസ്. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി മാം ഇനി എടുക്കാനുള്ളത്. ഓക്കെ, ആരെങ്കിലും ക്ലാസ് ലീഡ് ചെയ്യാൻ റെഡി ആണോ? എനിവൺ? ഓക്കെ, നോ പ്രോബ്ലം. പിന്നെ ഒരു കാര്യം കൂടി, നിങ്ങൾ എനിക്കൊരു ജസ്റ്റ് ഒന്ന് കൺഫർമേഷൻ, ഒരു കുറച്ച് ദിവസം എടുത്തായാലും മതി, സമയമുണ്ട്. നിങ്ങൾക്ക് ഡിസംബറിലെ വെക്കേഷന് മതി എന്ന് പറഞ്ഞു പ്രാക്ടിക്കൽ സെഷൻ. അപ്പൊ അത് ഒന്ന് പറയുവാണ്. എനിക്ക് തോന്നുന്നു 23-ാം തീയതി ഒക്കെ സ്കൂൾ അടയ്ക്കും തോന്നുന്നു അല്ലെ, ക്രിസ്മസ് വെക്കേഷൻ. എന്റെ മോന്റെ ഒക്കെ എനിക്ക് നോട്ടിഫിക്കേഷൻ കിട്ടിയത് ഓൾമോസ്റ്റ് ആ ഒരു ഡേ ആണ്. 23rd-ന് 23rd ഓൺവേർഡ്സോ അല്ലെങ്കിൽ 23rd-ന് ക്ലോസ് ചെയ്യോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. അപ്പോ എനിക്കൊരു കൺഫർമേഷൻ, ഒരു ഡേറ്റ് തരണം. പിന്നെ അതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഡെമോ ക്ലാസ്സും വേണമെങ്കിൽ അതുകൂടെ ഒന്ന് പറയണം. ഓൺലൈനായിട്ട് അതുകൂടെ ഒന്ന് പറയണം. അതാണെങ്കിൽ ഒന്ന് പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം നമുക്ക് ഓരോരോ ദിവസങ്ങളിൽ ഓരോരോ കാര്യങ്ങൾ ക്ലാസ് റിലേറ്റഡ് വരുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്യാനാണ്. അതൊന്ന് എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണേ. എല്ലാവരും കൂടെ ആലോചിച്ചിട്ട് നല്ലൊരു തീരുമാനം. ഓക്കെ ഓക്കെ. സോ ഞാൻ ഷെയർ ചെയ്യാം. ലീഡ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെൻഷൻ വേണ്ട, നമ്മൾ മാത്രമല്ലേ ഉള്ളൂ. അതിനകത്ത് റൈറ്റ് റോങ് എന്നൊന്നുമില്ല. നമ്മൾക്ക് നമ്മുടെ ലൈഫിൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെ കണക്ട് ചെയ്ത് പറഞ്ഞാലും മതി. അതാണ് പറയേണ്ടത്, വേറെ ഒന്നുമല്ല പറയാൻ. അല്ലെ, ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി അല്ലെ എന്നല്ലേ പറഞ്ഞത്? ഓക്കെ, സ്റ്റാർട്ട് ചെയ്തിരുന്നോ അതോ അത് കഴിഞ്ഞോ? ഇല്ല, അത് തൊട്ടാ മാം എടുക്കാനുള്ളത്. ഓക്കെ പ്ലീസ്, നമുക്ക് സമയമുണ്ടല്ലോ. സോ വി ക്യാൻ റീഡ്. നിങ്ങളൊന്ന് റീഡ് ചെയ്തോളൂ. Development of imagination and creativity. According to Maria Montessori, these are inborn powers in the child which develops as his mental abilities are developed through his experience as he grows. The child needs practical and ordered perceptions of his environment to be capable of selecting and growing process necessary for creating endeavors. She believed that to help the child organize his perceptions, he should be free to join with an environment which should be real, beautiful, and harmonious. To be creative, it is important to foster three qualities: power of attention and concentration, autonomy and independence of judgment, which will provide freedom and ability to make his own decisions and opens to truth and reality. The child should be exposed to reality. Imagination power is of great use for the world because it generates practical applications. It is the process of forming mental images of objects in the absence of the concentrate stimuli. It is the mental ability to reflect the images of memory. It is the mental ability to create original images and concepts by connecting the products of past experience. Montessori did not like the
children being exposed to fantasies as the believed fantasies are unreal, aimless, ethereal, and do not give any beneficial base. She wanted children to have experiences that will provide rich and realistic groundwork that they can depend on his growth towards maturity. മാമ അത് ഫുള്ള് വായിക്കണോ? അത്ര മതിയോ? നമുക്കൊന്ന് പറയാം എന്താന്നുള്ളത്. ഓക്കെ, സോ Okay. ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. നമുക്കറിയാം ഇമാജിനേഷൻ അത് പല ലെവലിലേക്കും പോകല്ലേ. ലൈക്ക് എന്താ പറയാ, റിയൽ അല്ലാത്ത രീതിയിൽ ഇമാജിൻ ചെയ്യാം. പിന്നെ ശരിയായ രീതിയിൽ ഇമാജിൻ ചെയ്തിട്ട് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും തമ്മിലുള്ള കണക്ഷൻ. കുട്ടികളൊരു അഡോളസൻസ് ആ ഒരു പ്രായത്തിലേക്ക് എത്തുമ്പോൾ സ്കൂളുകളിൽ എക്സിബിഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള ക്രിയേറ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നടത്തുമ്പോൾ ഇവരുടെ ഇമാജിനേഷൻ ആണ് വർക്ക്ഔട്ടായി അവരത് ഒരു ക്രിയേറ്റീവ് മോഡലോ എന്തെങ്കിലും ആയിട്ട് അവർ മാറ്റിയെടുക്കുന്നത്. അത് ദാറ്റ് ഈസ് ഗുഡ്. അതാണ് ശരിക്കും ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. അതേസമയം ഇല്ലാത്ത കാര്യങ്ങൾ അസ്യൂം ചെയ്ത് ഒരു സ്വപ്ന ലോകത്തിലേക്ക് പോകുന്ന രീതിയിൽ ഇമാജിനേഷൻ പോകുന്നതിനെ മോണ്ടിസോറി ഒപ്പോസ് ചെയ്തിരുന്നു. ഫാന്റസി വേൾഡിലേക്ക് പോകുന്നത്, ഫാന്റസിയിലേക്ക് കുട്ടികളെ ഒരിക്കലും കണക്ട് ചെയ്യരുതെന്നാണ് മറിയ മോണ്ടിസോറി പറഞ്ഞിരിക്കുന്നത്. കാരണം അവര് അങ്ങനെ ഒരു ലോകത്തിനകത്തായി പോയി. നിങ്ങൾക്ക് ഡിഫൻസ് മെക്കാനിസം എടുത്തിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാകും. പലപ്പോഴും കുട്ടികൾ വിഡ്രോ ആകും. അവര് എന്തെങ്കിലുമൊക്കെ ഒരു ടെൻഷൻ മീൻസ് അവർക്ക് ഒട്ടും മനസ്സിന് സുഖമല്ലാത്ത രീതിയിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ വീട്ടിലോ സ്കൂളിലോ ഒക്കെ നടക്കുവാണെങ്കിൽ ഇവരൊരു ലോകം സൃഷ്ടിച്ച് അതിനുള്ളില് ഒരു പ്യൂപ്പാവസ്ഥയിൽ എന്നേക്കും പ്യൂപ്പാവസ്ഥയിലേക്ക് പോകുന്ന പോലെ അവരങ്ങ് ആയിപ്പോകും. അങ്ങനെ കുട്ടികളെ ഫാന്റസിയിലേക്ക് കൊണ്ടുപോകരുതെന്ന് പറയാറുണ്ട്. ഇപ്പൊ ഈവൻ ദോ നമ്മളും ഒരു ഡിഫൻസ് മെക്കാനിസം എന്നുള്ള രീതിയിൽ നമ്മളും ഒരു ഫാന്റസിയിൽ പോവാറുണ്ടല്ലേ. നമ്മളിപ്പോ ഒരു കോമ്പറ്റേറ്റീവ് എക്സാം എഴുതാനായിട്ട് പോകും. നമ്മൾ മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ എഫേർട്ട് ഒക്കെ എടുത്തു. പക്ഷേ എക്സാം നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് നല്ല രീതിയിൽ അപ്പിയർ ചെയ്യാൻ പറ്റിയില്ല. സോ നമ്മളും ചിലപ്പോൾ ഒരു ഫാന്റസി വേൾഡ് ക്രിയേറ്റ് ചെയ്യും. നല്ല റിസൾട്ട് വരുന്നു, ഞാൻ പ്ലേസ്ഡ് ആവുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നമുക്ക് ജസ്റ്റ് ആ ഒരു സമാധാനത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ബട്ട് റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു മനസ്സും നമുക്കുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മൾ റിയാലിറ്റിയെ ആക്സെപ്റ്റ് ചെയ്യാനാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു സ്ഥലം. അവൻ ഞങ്ങൾ ഒരുമിച്ച് ഗസ്റ്റ് ലെക്ചർ ആയിട്ട് ഒരു പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു BSNL എഞ്ചിനീയേഴ്സിനെ വിളിച്ചുകൊണ്ടുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അവനിങ്ങനെ പഠിക്കുമ്പോ സ്വപ്നം കാണുമ്പോ എനിക്ക് സിംലയിൽ എങ്ങാനാണ് പോസ്റ്റിംഗ് എങ്കിൽ ഞാൻ അതിന് പറ്റുന്ന വൂളൻ ക്ലോത്ത്സ് ഒക്കെ വാങ്ങണ്ടേ എന്നൊക്കെ പറഞ്ഞ അവൻ ആ സ്വപ്ന ലോകത്തില് പകുതി സമയവും പഠിക്കുന്നത് അതിന്റെ പുറകെ പോയി. അങ്ങനെ അത് പറഞ്ഞ് ഞങ്ങൾ എപ്പോഴും ചിരിക്കുമായിരുന്നു. ആ ഒരു ഫാന്റസിയിൽ കുറേ കാലം ഇരുന്നു. അപ്പൊ അതൊരു സുഖം, നമ്മളൊരു ഡേ ഡ്രീമിങ് എന്നൊക്കെ പറയുന്ന പോലെ നമുക്കൊരു റിലീഫ്. പക്ഷേ പെട്ടെന്ന് തന്നെ നമ്മൾ സ്വിച്ച് ചെയ്യണം റിയാലിറ്റിയുമായിട്ട്. അങ്ങനെയാണെങ്കിൽ ദാറ്റ്സ് ഗുഡ്, കുഴപ്പമില്ല. നമുക്കൊരു റിലാക്സ് ചെയ്യാനുള്ള ഒരു ചെറിയൊരു മാർഗം എന്ന് വേണമെങ്കിൽ കരുതാം. പക്ഷെ കുട്ടികൾക്ക് ആ ഡിഫറൻസ് അവർക്ക് കണക്ട് ആവില്ല, റിയാലിറ്റിയിലേക്ക് അവർ എത്തില്ല. അതുകൊണ്ടാണ് ഫാന്റസിയുമായിട്ട് കുട്ടികളെ കണക്ട് ചെയ്തതെന്ന് മറിയ മോണ്ടിസോറി പറയുന്നത്. ഇത് ഇവരുടെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളും പല സ്കിൽസും ഡെവലപ്പ് ചെയ്യാൻ യൂസ് ചെയ്യും ഈ ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത്. കുഞ്ഞുങ്ങൾക്ക് എപ്പോഴും അവരുടെ ഒരു പെർസെപ്ഷൻ, അവര് കാണുന്നത് നമ്മൾ കാണുന്ന അതേ കണ്ണുകളിലൂടെ തന്നെ ആയിരിക്കണമെന്നില്ല അവരുടെ കാഴ്ച. അവരുടെ ആ വ്യൂസ് ഡിഫറെന്റ് ആയിരിക്കും. അവരൊരു കാര്യം കാണുമ്പോൾ അവരുടെ ഉള്ളിൽ കുറെ ഇമാജിനേഷൻസ് ഉണ്ടാവും. പിന്നെ അത് മനസ്സിൽ വെച്ചിട്ടാണ് അതിന്റെ റിഫ്ലക്ഷൻസ് ആയിരിക്കും അവരെന്തെങ്കിലും പ്രാക്ടിക്കലി ചെയ്യുമ്പോൾ ക്രിയേറ്റീവ് ആയിട്ട് പുറത്തു വരുന്നത്. അപ്പൊ ആ ഒരു കണക്ഷൻ, മൈൻഡും ഹാൻഡും കൂടി ഒരു കണക്ഷൻ, ഉള്ളിൽ കിടക്കുന്ന പല പിക്ചേഴ്സും കുറെ മെന്റൽ ഇമേജ് ഉണ്ടാവും പല കാര്യങ്ങളെ കുറിച്ചും. അതിനെ വെച്ചിട്ടാണ് അവർ പിന്നെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതൊരു പടം വരയ്ക്കാൻ പറഞ്ഞാലും അങ്ങനെ തന്നെയാണല്ലോ. ഒരു പടം വരയ്ക്കാൻ പറഞ്ഞാലും അങ്ങനെ തന്നെയാണ്. ഓക്കെ, ഇപ്പൊ എൻവിയോൺമെന്റുമായിട്ട് കണക്ട് ചെയ്യണം, റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യണം. ബിക്കോസ് നമ്മുടെ ചുറ്റും നല്ല ബ്യൂട്ടിഫുൾ ഹാർമോണിയസ് ആയിട്ടുള്ള ഒരു യൂണിവേഴ്സ്, ഒരു ലോകം പുറത്ത് തന്നെയുണ്ട്. അവിടെ നിന്ന് കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ഇങ്ങനെ ഈ ക്രിയേറ്റീവ് ആകണമെങ്കിൽ 3 ക്വാളിറ്റീസ് നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുക്കണം, ഫോസ്റ്റർ ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. ഒന്ന് പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ആ ഒരു നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ഇഷ്ടമുള്ള രീതിയിൽ അവർ ചെയ്യുമ്പോൾ അവരിൽ ആ ഒരു അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഒക്കെ നല്ല രീതിയിൽ ഡെവലപ്പ് ആയിട്ട് വരും.
പിന്നെ ഓട്ടോണമി ആൻഡ് ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്. അവർക്ക് ആ ഒരു ഫ്രീഡം കൊടുക്കുന്നു. ഓട്ടോണമി, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനും ആ ഒരു ഇൻഡിപെൻഡൻസ്, അത് ഫ്രീഡം കൊടുക്കുന്നതോട് കൂടിയാണ് അവരിൽ വരുന്നത്. അപ്പൊ അങ്ങനെ അവർക്ക് ആ ഒരു ഡെസിഷൻസും ഓപ്പൺനെസ്സും എല്ലാം അവരിൽ വരുന്നു. പവർ ഓഫ് അറ്റൻഷൻ ആൻഡ് കോൺസെൻട്രേഷൻ, ഓട്ടോണമി, ഇൻഡിപെൻഡൻസ് ഓഫ് ജഡ്ജ്മെന്റ്, അങ്ങനെ 3 ക്വാളിറ്റീസ് ഫോസ്റ്റർ ചെയ്യാനുണ്ടെന്നാണ് പറയുന്നത്. അപ്പൊ ഒരു ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യും. എപ്പോഴും റിയാലിറ്റിയുമായിട്ട് എക്സ്പോസ് ചെയ്യണം. റിയാലിറ്റിയുമായിട്ട് എക്സ്പോസ് ചെയ്യുമ്പോൾ നാച്ചുറലി അവര് പുറത്തുള്ള വേൾഡുമായിട്ട് കണക്റ്റഡ് ആയാൽ മാത്രമാണ് അവർക്ക് റിയൽ തിങ്സ് കാണാനും അതിന്റെ ഒരു ഇമേജ് അവർക്ക് മനസ്സിൽ സൂക്ഷിക്കാനും പിന്നീട് ക്രിയേറ്റിവിറ്റിക്ക് ആ ഇമേജിനെ റിട്രീവ് ചെയ്തെടുക്കാനും അവർക്ക് പറ്റും. ആ ഒരു മെന്റൽ ഇമേജസ് ഒക്കെ അവർ ഫോം ചെയ്യുന്നു. അപ്പം മറിയ മോണ്ടിസോറി പറയുന്നത് ഫാന്റസീസ് എന്ന് പറയുന്നത് അൺറിയൽ ആണ്. അത് ഒരു ലക്ഷ്യമില്ല, അങ്ങനെ എത്രിയൽ, ഒട്ടും റിയൽ അല്ലാത്തത് എത്രിയൽ, അതൊന്നും ഒരിക്കലും ഒരു ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു ബേസ്, ഒരു ഫൗണ്ടേഷൻ, ഒരു ഫണ്ടമെന്റൽ ഐഡിയാസ് കുട്ടികൾക്ക് കൊടുക്കില്ല എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. കുട്ടികൾക്ക് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടണം, അവർക്ക് നല്ല റിച്ച് ആൻഡ് റിയലിസ്റ്റിക് ഗ്രൗണ്ട് വർക്ക്, അവരുടെ ഗ്രോത്തിനും മെച്യൂരിറ്റിയിലേക്ക് അവരെ കൊണ്ടുപോകാനും പറ്റുന്ന രീതിയിലുള്ള നല്ല റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൗണ്ട് വർക്ക്. അത് റിച്ച് എന്ന് ഉദ്ദേശിക്കുന്നത് ഭയങ്കര ക്യാഷ് ആ രീതിയിലല്ല, നല്ല ഫ്ലറിഷ്ഡ് ആയിട്ടുള്ള ഒരു എൻവയോൺമെന്റ് അത് നമ്മളുടെ പുറത്ത് തന്നെയുണ്ട്. കുട്ടികളെ എക്സ്പോസ് ചെയ്യിക്കുക, നേച്ചറുമായിട്ട് കണക്ട് ചെയ്യിക്കുക. ഇമാജിനേഷൻ സെൻസറി ബേസിസിലാണ്, ഒരു സെൻസോറിയൽ എഡ്യൂക്കേഷൻ ആണ് മോണ്ടിസോറി മെത്തേഡ് എന്ന് നമുക്കറിയാം. അപ്പൊ സെൻസറി എഡ്യൂക്കേഷൻ ശരിക്കും ആ സെൻസോറിയൽ ആയിട്ട്, ഇപ്പൊ ഒരു സ്ഫെറിക്കൽ ഷേപ്പിലുള്ള ഒരു ഒബ്ജക്റ്റ് കുട്ടിയുടെ കയ്യിൽ കൊടുത്തിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്ത് കയ്യിൽ കൊടുക്കുമ്പോൾ കുട്ടി ടച്ച് ചെയ്ത് ആ ഷേപ്പ് മനസ്സിലാക്കുകയാണ്. ഇനി പല പല ഷേപ്പിലുള്ളത്, ആ ഫസ്റ്റ് ഫേസ് ഈ സ്ഫിയർ ആണെന്ന് വിചാരിച്ചോളൂ, പല പല ഷേപ്പിലുള്ളത് കുട്ടിയുടെ മുന്നിൽ കൊണ്ടുവയ്ക്കുന്നു. സ്ഫിയർ, ഓവോയിഡ്, എലിപ്സോയിഡ്, ക്യൂബോയിഡ്, പ്രിസം, അങ്ങനെ പല പല ഷേപ്പിൽ കൊണ്ടുവയ്ക്കുന്നു. റഫ് ആയിട്ടുള്ള സ്റ്റോൺസ്, അൺഈവൻ ആയിട്ടുള്ള സ്റ്റോൺസ്, അങ്ങനെയൊക്കെ കൊണ്ടുവയ്ക്കുന്നു. അപ്പൊ കുട്ടി ഇതേ ഷേപ്പ് ഐഡന്റിഫൈ ചെയ്യണം. എല്ലാം നമ്മൾ ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ടോ ചെയ്യിക്കുന്നത്. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് പലതും ചെയ്യിക്കാം. കുട്ടി കണക്ട് ചെയ്യുന്നു. ഇനി ഒരു പർട്ടിക്കുലർ ടെക്സ്ചറിലുള്ള ഒരു ഒബ്ജക്റ്റ് കൊടുക്കുന്നു. കുറേ മെറ്റീരിയൽസ് അവിടെ വയ്ക്കുന്നു. സ്മൂത്ത് ആയിട്ടുള്ളതും ഹാർഡ് റഫ് ആയിട്ടുള്ളതും ഒരു മിനിമം റഫ്നെസ് ആയിട്ടുള്ളതും മോഡറേറ്റ് ആയിട്ടുള്ളതും അങ്ങനെ പല ഗ്രേഡിയൻസിലുള്ളത് കൊടുക്കുകയാണ്. കയ്യിൽ ആദ്യം ടച്ച് ചെയ്ത് മനസ്സിലാക്കിയ ടെക്സ്ചറിലുള്ളതിനെ കണ്ടുപിടിച്ച് പെയറാക്കുക എന്നുള്ളതാണ് ആക്ടിവിറ്റി എന്ന് വിചാരിച്ചോളൂ. സോ ആ കുട്ടി ഡെഫിനറ്റ്ലി ആ ബ്ലൈൻഡ് ഫോൾഡ് സെൻസസ് യൂസ് ചെയ്തിട്ടാണ് അതിങ്ങനെ മനസ്സിൽ അതിന്റെ ഇമേജ് വെച്ച് ആ ഒരു ഇമാജിനേഷനിലൂടെ ആ റിയാലിറ്റിയിലേക്ക് കണക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് പറ്റും. ഒരു കുട്ടിയുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ട് നമുക്ക് ആ കുട്ടിക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാം എന്ന് താഴെ A തുടങ്ങി H വരെയും ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അത് റീഡ് ചെയ്തോളൂ. നിങ്ങൾക്ക് എന്തെങ്കിലുമായിട്ട് കണക്ട് ചെയ്യാനോ റിലേറ്റ് ചെയ്യാനോ പറ്റുവാണെങ്കിൽ കണക്ട് ചെയ്തോളൂ. ഓക്കെ, പ്ലീസ്. To develop child's imagination, he should be provided with a lot of experience with real things, concrete manipulation with concrete objects, read real stories to children, freedom, chances to connect with nature, sensorial education as indirect preparation for later in learning through imagination and abstraction, truth and reality, cosmic access to the cultural subject, response to the child's needs for knowledge and truth. ഓക്കെ, റിയാലിറ്റി, കുട്ടിയുടെ ഇമാജിനേഷൻ ഡെവലപ്പ് ചെയ്യാൻ, പിന്നെ ക്രിയേറ്റീവ് ആകാനായിട്ട് കുട്ടിക്ക് എന്തൊക്കെ പ്രൊവൈഡ് ചെയ്യാമെന്നാണ് പറയുന്നത്. റിയൽ തിങ്സുമായിട്ട് കണക്ട് ചെയ്യുക, അതുമായിട്ട് പല ആക്ടിവിറ്റീസ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യിക്കുക. പിന്നെ കോൺക്രീറ്റ് ഒബ്ജക്ട്സ് ആണ് കുട്ടിക്ക് കൊടുക്കേണ്ടത്. കാരണം ഇല്ലാത്തൊരു കാര്യം നമ്മളിങ്ങനെ അവരോട് അസ്യൂം ചെയ്യാനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രായത്തിൽ അവർക്ക് ആ ഒരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അതുകൊണ്ട് അവർക്ക് കാണാനും കേൾക്കാനും അല്ലെങ്കിൽ തൊട്ടു നോക്കാനും ഒക്കെ പറ്റുന്ന കോൺക്രീറ്റ് ആയിട്ടുള്ള ഒബ്ജക്ട്സ്, അബ്സ്ട്രാക്ട് ഐഡിയാസ് കൊടുക്കാതെ, ലൈക്ക് സത്യം, ട്രൂത്ത്, ഓണസ്റ്റി, അങ്ങനെയൊക്കെ പറഞ്ഞുള്ള അബ്സ്ട്രാക്ട് ഐഡിയാസ് കൊടുക്കാതെ, അല്ലെങ്കിൽ കൂടുതൽ, കുറവ്, അങ്ങനെ കൊടുക്കാതെ, ഇപ്പൊ നീളം കൂടിയത്, നീളം കുറഞ്ഞത് എന്നൊക്കെ പറയുന്നതിനേക്കാളും അവരുടെ മുന്നിൽ ഒരു റോഡ് വെച്ച് കൊടുക്കുക. ലെങ്ത് കൂടിയ റോഡ്, ലെങ്ത് കുറഞ്ഞ റോഡ്. അപ്പൊ അവർക്ക് മനസ്സിലാവും എന്താണ് ആ ലെങ്ത്,
അതിന്റെ ആ ഡിഫറൻസ്, വെയിറ്റ് കൂടിയത് വെയിറ്റ് കുറഞ്ഞത്, വെയിറ്റ് ഉള്ള രണ്ട് ഓബ്ജക്ട്സ്, ഡിഫറെന്റ് വെയിറ്റിലുള്ള രണ്ട് ഓബ്ജക്ട്സ് കൊടുക്കുമ്പോൾ അവർക്ക് ആ വെയിറ്റ് എന്നുള്ളത് അത് അവർ സെൻസ് ചെയ്യും. അപ്പൊ അങ്ങനെ വേണം അവർക്ക് അവരെ ഐഡിയാസ് കൊടുക്കാനായിട്ട്. അബ്സ്ട്രാക്ട് ഐഡിയാസ് കോൺക്രീറ്റ് ഒബ്ജക്റ്റിലൂടെ വേണം അവരിലേക്ക് കൊടുക്കാൻ. അപ്പൊ അതിന് വേണ്ടിയിട്ട് കോൺക്രീറ്റ് ഒബ്ജക്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അവരത് മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ അവർ പല രീതിയിലും അതിന്റെ ആക്ടിവിറ്റീസ് ചെയ്യുന്നത്. പിന്നെ റിയൽ സ്റ്റോറീസ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക, ഫേബിൾസ് അതുപോലെ തന്നെ ഫാന്റസി സ്റ്റോറീസ് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടതാണ് പറയുന്നത്. റിയൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കുക. ഫ്രീഡം ഓൾറെഡി നമ്മൾ പറഞ്ഞു, കുട്ടി തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അത് ആ ഒരു ഫ്രീഡത്തോടു കൂടി ഇൻഡിപെൻഡന്റ് ആയിട്ട് കുട്ടിക്ക് ചെയ്യാനായിട്ട് പറ്റണം. നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. പിന്നെ സെൻസോറിയൽ എഡ്യൂക്കേഷൻ, അത് ശരിക്കും ഒരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണ്. പിന്നീട് വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ ലെറ്റർ ലേണിംഗ്, അത് അവിടെ ഇമാജിനേഷനും അബ്സ്ട്രാക്ഷനും യൂസ് ചെയ്തിട്ടായിരിക്കും വലിയ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ അവർ പഠിക്കുന്നത് അല്ലെ. അതിനുള്ളൊരു ഇൻഡയറക്റ്റ് പ്രിപ്പറേഷൻ ആണ് ഈ സെൻസോറിയൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഈ ചെറിയ ക്ലാസ്സിലെ കുട്ടികൾക്ക് കോമ്പറ്റീഷൻ ഒക്കെ കൊടുക്കുന്നത് കളർ ചെയ്യാൻ, പിക്ചർ കൊടുത്തിട്ട് കളർ ചെയ്യാൻ, അങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഒക്കെ നമ്മൾ 4th റെക്കോർഡിൽ നമ്മൾ കുറെ ആക്ടിവിറ്റീസ് ചെയ്തു അല്ലെ. അപ്പൊ ചെറിയ കുട്ടികൾക്ക് അങ്ങനെ. പക്ഷെ വലിയ കുട്ടികൾക്ക് ഒരു കൺസെപ്റ്റ് കൊടുക്കും, ഒരു തീം കൊടുക്കും. അത് വെച്ചിട്ട് നിങ്ങളൊരു ഡ്രോയിങ് പ്രിപ്പയർ ചെയ്യുക, ദെൻ കളർ ഇറ്റ്, അങ്ങനെ തീം കൊടുക്കും. അപ്പൊ അതാണ്. അപ്പൊ അവിടെ അവര് ഇമാജിനേഷനും അബ്സ്ട്രാക്ട് ഐഡിയയും യൂസ് ചെയ്തിട്ടാണ് അത് അവിടെ ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ അതിനുള്ള പ്രിപ്പറേഷൻ നമ്മളുടെ ഈ ചെറിയ ക്ലാസ്സിൽ നിന്ന് കൊടുക്കുന്ന ഫണ്ടമെന്റൽ ലെസൺസ് ത്രൂ സെൻസോറിയൽ എഡ്യൂക്കേഷൻ. നെക്സ്റ്റ്, ട്രൂത്തും റിയാലിറ്റിയുമായിട്ട് കണക്ട് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. കോസ്മിക് ആക്സസ്, വൈഡ് ആക്സസ്, ചുരുങ്ങിയ ഒരു ആക്സസ് അല്ല, വൈഡ് ആയിട്ടുള്ള ആക്സസ്. ചുറ്റുപാടുമുള്ള എന്ത് കാര്യം, കൾച്ചറൽ സബ്ജക്ട് എന്ത് തന്നെയായാലും കുട്ടിയുടെ നീഡ്, ഏത് കാര്യത്തെക്കുറിച്ചുള്ള നോളജ്, ട്രൂത്ത് ആണ് ഒരു കുട്ടിക്ക് വേണ്ടത്, അതിനനുസരിച്ച് ആ കുട്ടിക്ക് ഒരു വൈഡ് ആക്സസ്, കോസ്മിക് ആക്സസ് പ്രൊവൈഡ് ചെയ്യും. ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇനി ഇങ്ങനെ ഇമാജിനേഷന്റെയും ക്രിയേറ്റിവിറ്റിയുടെയും ഡെവലപ്മെന്റിൽ കുട്ടികൾ 5 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞിട്ട് 5 സ്റ്റേജസ് പറയുന്നുണ്ട്. അപ്പൊ 5 സ്റ്റേജസ് ഒന്ന് ആരെങ്കിലും റീഡ് ചെയ്തോളൂ. അതിന്റെ താഴെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് നമ്മൾക്ക് എന്തൊക്കെ പ്രിപ്പറേഷൻസ് ചെയ്യാം, എങ്ങനെയുള്ള ഏരിയാസ് നമുക്ക് ഡിസൈൻ ചെയ്ത് കുട്ടിയെ ഡെവലപ്പ് ചെയ്യിക്കാന്നുള്ള താഴെ ഒരു ടേബിൾ പോലെ വെച്ചിട്ടുണ്ട്. അപ്പൊ 5 സ്റ്റേജസ് ആദ്യം ഒന്ന് പറയും. The child will go through 5 stages in the process. The first stage is when the child is observing the surroundings, he takes in all that is around him and it becomes a part of him. Second stage is assimilating all the information he sees. He will order the information until he gets an understanding of it. That's why the presentations must be clear and consistent and the idea you are teaching isolated. Third stage is when the child becomes familiar with the idea and wants to practice. There is a need for repetition in which he discovers new things. Fourth stage is when the child is using his imagination and he makes connections between the materials and the surroundings. Fifth stage is when the child is doing creative action or spontaneous activity. To encourage this creativity in the classroom, we must look at certain areas such as. Ma'am, അത് വായിക്കണോ ടേബിൾ? ഇല്ല, നമുക്ക് ഈ 5 സ്റ്റേജസ് ഒന്ന് പറഞ്ഞിട്ട് പോവാം. ശ്രുതിക്ക് 5 സ്റ്റേജസ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ട്രൈ ചെയ്യാം മാം. The first stage is when the child is observing the surroundings, he takes in all that is around him and it becomes a part of him. First stage, കുട്ടികൾ സറൗണ്ടിങ്സിനെ അബ്സോർബ് ചെയ്യണം. പിന്നെ ആ അബ്സോർബ് ചെയ്യുമ്പോൾ തന്നെ ചുറ്റിയുള്ള എല്ലാം ഉള്ളിൽ അബ്സോർബ് ചെയ്ത് അത് അവന്റെ ഒരു ലൈഫ്, അവന്റെ ഒരു പാർട്ടായിട്ടാണ് അത് മാറുന്നത്. The second stage is assimilating all the information he sees. He will order the information until he gets an understanding of it. That's why the presentations must be clear and consistent and the idea you are teaching isolated. The second stage എന്ന് പറയുന്നത് സെക്കൻഡ് സ്റ്റേജ് എല്ലാ ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്ത് അവൻ മനസ്സിലാക്കി ആ ഒരു ഇൻഫർമേഷൻ അവൻ
ഓർഡർ ചെയ്യുന്നു. അതുകൊണ്ടാണ് അതിന്റെ എക്സ്പ്ലനേഷൻ ഒരു സ്മൂത്ത് ആയിട്ടും പിന്നെ നമ്മൾ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം സെപ്പറേറ്റ് ആക്കി നമ്മൾ കൊടുക്കേണ്ടത് ഒരു അത്യാവശ്യമാണ് പിള്ളേർക്ക്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു ഓർഡറിലും പിന്നെ ഓരോന്നും സെപ്പറേറ്റ് ആക്കി കൊടുക്കുന്നത് അത്യാവശ്യമാണ്. പിന്നെ തേർഡ് സ്റ്റേജ് ഇസ് വെൻ ദ ചൈൽഡ് ബിക്കംസ് ഫെമിലിയർ വിത്ത് ദ ഐഡിയ ആൻഡ് വാണ്ട്സ് ടു പ്രാക്ടീസ്, ദാറ്റ് ഈസ് എ നീഡ് ഫോർ റെപ്പിറ്റേഷൻ ഇൻ വിച്ച് ഹി ഡിസ്കവേഴ്സ് ന്യൂ തിങ്സ്. തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന കാര്യങ്ങളുടെ ആ ഇൻഫർമേഷൻ ശരിക്കും മനസ്സിലായി ചെയ്യേണ്ട കാര്യങ്ങളാണ്. പുതിയ കാര്യങ്ങൾ നമ്മളത് ഫൈൻഡ് ചെയ്യുമ്പോൾ പിന്നെയും ആ ഒരു സറൗണ്ടിങ്സിൽ ബിറ്റ്വീൻ മെറ്റീരിയൽസും സറൗണ്ടിങ്സും തമ്മിലുള്ള കണക്ഷൻ പറയുന്നത് ശരിയാണോ? റിപ്പീറ്റ് ചെയ്യുമ്പോൾ കൂടുതൽ അവര് അത് കണക്റ്റഡ് ആകുന്നു, പുതിയ കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നു. ഓക്കെ, എനിക്ക് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, മലയാളം അറിയാത്തതുകൊണ്ട്. അതാണ് ഇംഗ്ലീഷിൽ മതിയല്ലോ, സിമ്പിൾ ഇംഗ്ലീഷിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ലേ? ഇതൊന്നും ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമായിരിക്കാം. എനിവേ പറയൂ, ഇനി ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ പ്ലീസ് ആഡ്. ഓക്കെ, ഒരാൾ പറയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് പുതിയ ഐഡിയാസോ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്പീരിയൻസ് ഓർമ്മ വരുമായിരിക്കും, അപ്പൊ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഓക്കെ ശ്രുതി, പ്ലീസ് കണ്ടിന്യൂ. Okay, ma'am. Fourth stage is when the child is using his imagination and he makes connection between the materials and the surroundings. Fourth stage എന്ന് പറയുന്നത് കുട്ടികൾ അവരുടെ ഇമാജിനേഷൻസ് വെച്ചിട്ട് മെറ്റീരിയൽസിനും സറൗണ്ടിങ്സും തമ്മിലുള്ള കണക്ഷൻ when the child using his imagination and makes connection make ചെയ്യുന്നു the fourth stage. Fifth stage is when the child is doing creative action or spontaneous activity. Fifth stage il പറയുന്നത് കുട്ടികൾ ക്രിയേറ്റീവ് ആക്ഷൻ, അതായത് സ്പോണ്ടേനിയസ് ആക്ടിവിറ്റി അല്ലെങ്കിൽ ക്രിയേറ്റീവ് ആക്ടിവിറ്റി ആണ് ചെയ്യുന്നത്. To encourage this creativity in the classroom, we must look at certain areas such as, നമ്മൾ എപ്പോഴും കുട്ടികളുടെ ഈ ഒരു തരത്തിലുള്ള ആക്ടിവിറ്റീസ് എപ്പോഴും നമ്മൾ എൻകറേജ് ചെയ്യേണ്ടതാണ്. ഒരിക്കലും നമ്മൾ അത് ഡിസ്കറേജ് ചെയ്ത് അവരെ ഇതാക്കാൻ പാടില്ല. ഒന്നും കൂടി നമ്മൾ എൻകറേജ് ചെയ്ത് കുറച്ചും കൂടി ക്രിയേറ്റിവിറ്റി ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ സഹായിക്കണം ആസ് എ ടീച്ചേഴ്സ്. ഓക്കെ ശ്രുതി, താങ്ക് യു വെരി വെൽ. ആൻഡ് ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? നിങ്ങളുടെ എന്തെങ്കിലും എക്സ്പീരിയൻസ്, നിങ്ങൾ വർക്ക് ചെയ്തതോ വീട്ടിലെ കുട്ടികളെ ആയിട്ട് റിലേറ്റ് ചെയ്തോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം പ്ലീസ്. ഞാനൊരു കാര്യം കാണിച്ചു തരട്ടെ? കാണിക്കൂ പ്ലീസ്. ഇത് കാണുന്നത് ഒരു ഇതാണ്. ഓക്കെ, ഇത് ഞാൻ എന്റെ മോൾക്ക് മേടിച്ചു കൊടുത്തതാണ്, 4 വയസ്സായ മോൾക്ക് മേടിച്ചു കൊടുത്തതാണ്. അപ്പൊ അത് ജസ്റ്റ് ഒന്ന് അതിന്റെ ആ ഒരു ഷേപ്സിന്റെ ഒക്കെ പേര് പഠിക്കാൻ വേണ്ടിട്ട് മേടിച്ചു കൊടുത്തതാണ്. പക്ഷെ അവള് അതുകൊണ്ട് ആ ഷേപ്സും പറയും, അതിന്റെ കളേഴ്സ് പലതരത്തിൽ ഓർഡർ ചെയ്യും. അതുകൊണ്ട് വേറെ പല സാധനങ്ങളും ഉണ്ടാക്കും. ഹൗസ് ഉണ്ടാക്കും, ബട്ടർഫ്ലൈ ഉണ്ടാക്കും, ട്രെയിൻ ഉണ്ടാക്കും. അതുകൊണ്ട് അവള് ചെയ്യാത്ത ഒന്നുമില്ല. അപ്പൊ എല്ലാരും ഇത് മേടിച്ചപ്പോ ഇത് എന്ത് കാര്യത്തിന് ഈ സാധനം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, കൊച്ചിന് കളിക്കാനായിട്ട് അതിന് എന്തെങ്കിലും ഉപകാരമുള്ള ഒരു കാര്യം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ഭയങ്കര ഇതായിരുന്നു. പക്ഷെ അത് കൊച്ചു ചെയ്യണ കണ്ടപ്പോ ഇതുകൊണ്ട് ഇങ്ങനെയൊക്കെ ഉപകാരം ഉണ്ടല്ലേ, അങ്ങനെ ഒരു സംഭവം. അവരുടെ എന്താ പറയാ, ഇപ്പൊ ശ്രുതി പറഞ്ഞില്ല, ആ ഒരു ക്രിയേറ്റീവ് ആക്ഷൻ അത് കൂടുന്നു, സ്പോണ്ടേനിയസ് ആയിട്ട് ആക്ടിവിറ്റി. ശ്രുതി ഇപ്പൊ ലാംഗ്വേജിന്റെ കാര്യം പറഞ്ഞു, ഞാനൊന്ന് പറയട്ടെ. ഇങ്ങനെ മലയാളത്തിൽ പറയാൻ പറ്റുന്നില്ല, ആ ഒരു ഇംഗ്ലീഷിന്റെ ഇതൊന്നും. ഞാൻ കഴിഞ്ഞ 2-3 ആഴ്ച മുമ്പ് ഹസ്ബൻഡിന്റെ അമ്മയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ കാർഡിയോളജിസ്റ്റിനെ കാണിക്കാൻ. അമ്മയ്ക്ക് ആൻജിയോഗ്രാം ചെയ്യേണ്ട വന്നു കേട്ടോ. ഈ ഡോക്ടർ തമിഴനാണ്. അപ്പൊ ഡോക്ടർ കൂടുതലും സ്റ്റാഫിന്റെ അടുത്ത് ഇംഗ്ലീഷിലാണ് സംസാരിക്കുന്നത്. പിന്നെ നമ്മൾ പേഷ്യൻസ് ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ ഇംഗ്ലീഷ് കംഫർട്ടബിൾ ആണെങ്കിൽ നമ്മളോടും ഇംഗ്ലീഷിൽ സംസാരിക്കും. അപ്പൊ ഈ ഡോക്ടർ നമ്മളിപ്പോ മലയാളികൾ പൊതുവെ മലയാളത്തിൽ നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വോയിസ് മോഡുലേഷനും നമ്മുടെ ടോണും തമിഴാണ്. ഓക്കെ, വോയിസ് മോഡുലേഷനും ടോണും കേൾക്കുമ്പോൾ ആസ് മലയാളി നമുക്ക് ഫീലിങ്സ് മനസ്സിലാവും, എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവും, അല്ലെ? ഡോക്ടർ പറഞ്ഞൊരു കാര്യത്തില് അച്ഛൻ ഒരു കോൺഫ്ലിക്റ്റ് ആയിട്ട് എഗെയിൻസ്റ്റ് ആയിട്ട് പറഞ്ഞു, ഇനി ആ ഡോക്ടറെ കാണുന്നില്ല, ഹോസ്പിറ്റലിലേക്ക് പോകുന്നില്ല എന്ന് പറയാനുണ്ടായ സാഹചര്യം ഉണ്ടായി. വേറൊന്നുമില്ല,
ഡോക്ടർ 5 ഗ്രാം ചെയ്യണം. അപ്പൊ അങ്ങനെ 5 ഗ്രാം ചെയ്തു. അമ്മയ്ക്ക് ആ പ്രൊസീജിയർ കഴിഞ്ഞ ഉടനെ തന്നെ ഡോക്ടർ ആ ബ്ലൂ സ്ക്രബിൽ തന്നെ ഡോക്ടർ തൊട്ടടുത്ത റൂമിൽ വന്ന് നമ്മൾക്ക് അതിന്റെ ഡീറ്റെയിൽസ് പറഞ്ഞു തരികയായിരുന്നു. ഡോക്ടർ ഒരു സൈഡിൽ ഒരു നല്ല ബ്ലോക്ക് ഉണ്ട്, കാൽസ്യം ഡെപ്പോസിറ്റ് കൊണ്ടുള്ള ഒരു ബ്ലോക്കാണ്. അപ്പൊ അത് ആൻജിയോപ്ലാസ്റ്റി ചെയ്യണം. അത് കാൽസ്യം പൊടിച്ച് കളഞ്ഞിട്ട് വേണം ചെയ്യാൻ. ഒരു 70 to 80% ബ്ലോക്ക് ഉണ്ടെന്ന് ഡോക്ടർ കാര്യങ്ങൾ പറയാൻ. ഡോക്ടർ പറഞ്ഞു എമർജൻസി അല്ല എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് മനസ്സിലായി, കാരണം അതിന് മുമ്പ് 2-3 പ്രാവശ്യം OP-യിൽ കൺസൾട്ടേഷനും അച്ഛനെയും അമ്മേനെയും കാണിച്ചപ്പോഴൊക്കെ ഡോക്ടർ സംസാരിക്കുമ്പോൾ എനിക്ക് ഡോക്ടർ എന്താ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി 2-3 പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോ. ഡോക്ടർ എമർജൻസി അല്ലാന്ന് ഡോക്ടർ പറഞ്ഞത് സീരിയസ് അല്ലാന്നായിരുന്നില്ല, പെട്ടെന്ന് ചെയ്യണ്ട എന്ന് വെച്ചാൽ ചിലത് ആൻജിയോഗ്രാമിന്റെ ഒപ്പം തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്യാറുണ്ടല്ലോ. അത് സാധാരണ കൊഴുപ്പടിഞ്ഞ ബ്ലോക്കിനാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിന് വേറൊരു പ്രൊസീജിയറും കൂടെ ചെയ്തിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതിങ്ങനെ കിഡ്നി സ്റ്റോണിനൊക്കെ നമ്മൾ പൊടിച്ചു കളയില്ല, അതുപോലെ പൊടിച്ചു കളഞ്ഞിട്ടേക്ക് ചെയ്യാൻ പറ്റും. ഡോക്ടർ എമർജൻസി അല്ല എന്ന് പറഞ്ഞപ്പോ അച്ഛൻ വിചാരിച്ചു അത്ര ആവശ്യമൊന്നുമില്ല, അങ്ങനെ വിചാരിച്ചു. പിറ്റേ ദിവസം എന്നിട്ട് നമ്മളെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുള്ളൂ. അപ്പൊ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. പിറ്റേ ദിവസം ഡോക്ടർ റൗണ്ട്സിനെ കാണാൻ വന്നപ്പോ അമ്മയോട് ചോദിച്ചു എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചു കേട്ടോ. അപ്പൊ അമ്മ പറഞ്ഞു എനിക്ക് നടക്കുമ്പോ ശ്വാസം മുട്ടുണ്ട്, പിന്നെ എന്തോ ഒരു ഭാരം. ഞാൻ ഡോക്ടർ ഹെവിനെസ് ഫീൽ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഡോക്ടർക്ക് മനസ്സിലായി അമ്മയ്ക്ക് നല്ല പ്രയാസം ഉണ്ടെന്ന്. ഡോക്ടർ പറഞ്ഞു എന്നാ ഉടനെ തന്നെ നമുക്ക് ചെയ്യാം, വൈകിക്കണ്ട, കാരണം അമ്മയ്ക്ക് ഏജ് ഉള്ളത് കൊണ്ടും അമ്മ കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാവും കരുതിയാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. അച്ഛനൊന്നുമില്ലല്ലോ അവിടെ. ഈ 2 സമയത്ത് ഞാൻ പ്രസന്റ് ആണ്. തലേ ദിവസം ഇവരെല്ലാരും ഉണ്ടായിരുന്നെങ്കിലും പിറ്റേ ദിവസം അമ്മയുടെ കൂടെ റൂമിൽ ഞാൻ മാത്രമേ. അത് കഴിഞ്ഞപ്പം അച്ഛന് ഭയങ്കര ദേഷ്യം. തലേ ദിവസം ചെയ്യണ്ടെന്ന് പറഞ്ഞു, പിറ്റേ ദിവസം ചെയ്യണമെന്ന് പറഞ്ഞു. ഡോക്ടർ കൺവേ ചെയ്ത മെസ്സേജ് എനിക്ക് ക്ലിയർ ആയി, പക്ഷെ അച്ഛൻ എന്തിട്ടും ക്ലിയർ ആയില്ല. അങ്ങനെ അവർ ആ ഹോസ്പിറ്റൽ ചേഞ്ച് ചെയ്തു. അപ്പൊ അതിങ്ങനെ പറയുന്നു. അപ്പൊ ആ ലാംഗ്വേജിന്റെ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്ന വോയിസ് മോഡുലേഷൻ, നമ്മളുടെ ആ ഒരു ഇത് ചിലപ്പോൾ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല, പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടൂല. ഇങ്ങനെ അതൊരു വഴക്കായി പോണ രീതിയിലേക്കൊക്കെ പോവാറുണ്ട്. പിന്നെ ചിലപ്പോൾ നമ്മള് മെസ്സേജ് അയക്കുമ്പോൾ, ടെക്സ്റ്റ് മെസ്സേജ് അയക്കുമ്പോൾ ഇതേ പ്രശ്നം വരാറുണ്ട്. ചിലപ്പോൾ നമ്മളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളുടെ രീതി നമുക്ക് ടെക്സ്റ്റ് മെസ്സേജ് മനസ്സിലാവുമായിരിക്കും. ചിലപ്പോ നമ്മൾ വേണമെന്ന് അങ്ങനെ പറഞ്ഞ ആ ഒരു ചില മെസ്സേജ് ഒക്കെ കാണുമ്പോഴേ, പക്ഷെ അയക്കുന്ന ആൾ ഉദ്ദേശിക്കാത്ത കാര്യം നമ്മൾ ചിന്തിച്ചു കൂട്ടും. അതാണ് ഒരു പ്രശ്നം പറ്റുന്നത്. ആ ഒരു ലാംഗ്വേജിന്റെ ആ ഒരു എക്സ്പ്രഷൻ, ലാംഗ്വേജ് ഒരു പവർഫുൾ ടൂൾ തന്നെയാണ് നമ്മളുടെ പല കാര്യങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ. അപ്പൊ എപ്പോഴും വെർബൽ ആയിട്ട് പറയുന്നതിനേക്കാളും നോൺ വെർബൽ ക്യൂസ് നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ ദാറ്റ് ഇസ് വെരി ഫൈൻ. നമ്മൾ ചിലപ്പോ നല്ലത് വിചാരിച്ച് ചിലപ്പോ പറയുന്നത് ചിലപ്പോ അതൊരു ചിലരെ വേദനിപ്പിക്കുന്ന രീതിയിലൊക്കെ ആയി പോവുകയും. ഇവിടെ ഭാഷയുടെ ഒരു പ്രശ്നം ഞാനതിപ്പോ ഓർക്കുമായിരുന്നു. ശ്രുതി പറയാൻ എനിക്ക് മലയാളം അത്ര അന്നില്ല എന്ന് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്ക് 5 സ്റ്റേജസ് പറയുന്നുണ്ട് ആ ഒരു ഡെവലപ്മെന്റ് ഓഫ് ഇമാജിനേഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. അത് ഏതെല്ലാം 5 സ്റ്റേജസിലൂടെ കടന്നു പോകുന്നു. നമ്മൾ ജസ്റ്റ് നമ്മളെ പറ്റി ഒന്ന് ആലോചിച്ചാൽ മതി. നമ്മൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി, എന്തെന്നെ ആയിക്കോട്ടെ, ഒട്ടവരെ ഇത് ചിലപ്പോ ഒരാളെ കുറിച്ച് പറയുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മൾ അത് കണ്ണുമടച്ച് വിശ്വസിക്കുകയല്ല ചെയ്യേണ്ടത്. നമ്മൾ അതിനെ അസിമുലേറ്റ് ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്നിട്ട് അത് നമ്മൾ ശരിയായ രീതിയിൽ അനലൈസ് ചെയ്ത് അത് മനസ്സിലാക്കുക. എന്നിട്ട് എന്തിനെങ്കിലും കുറിച്ചുള്ള കാര്യമാണെങ്കിലും ഏതെങ്കിലും വ്യക്തിയെ കുറിച്ചുള്ള കാര്യമാണെങ്കിലും പഠിക്കുന്ന കാര്യങ്ങളാണെങ്കിലും എന്ത് തന്നെയാണെങ്കിലും ജസ്റ്റ് അനലൈസ് ചെയ്യും. അനലൈസ് ചെയ്തിട്ട് കുട്ടി ചെയ്യുന്നത് അങ്ങനെയാണെന്നാ പറയുന്നത്. കുട്ടികൾ ആ കിട്ടുന്ന ഗ്യാദർ ചെയ്യുന്ന ഇൻഫർമേഷൻസിനെ ഫസ്റ്റ് അനലൈസ് ചെയ്യുന്നു. അനലൈസ് ചെയ്ത് അവരുടെ മനസ്സിൽ അതിനൊരു ഐഡിയ വരുവാണ്. ആ ഒരു അതുകൊണ്ട് ആണ് നമ്മളൊരു കുട്ടിക്ക് ഒരു കാര്യം പറഞ്ഞു കൊടുക്കുമ്പോൾ ക്ലിയർ ആയിരിക്കണം എന്ന് പറയുന്നത്. നമ്മുടെ മോണ്ടിസോറി മെത്തേഡിൽ അത് പറയുന്നുണ്ട്. 3 ഫണ്ടമെന്റൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് നമ്മൾ ഈ മെറ്റീരിയൽസിന്റെ ഡെമോ കുട്ടികൾക്ക് കൊടുക്കും. അപ്പൊ ഞങ്ങള് ഡെമോ തരുമ്പോഴും നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത്, കൺഫ്യൂസ്ഡ് ആക്കരുത്. ഒരു സിമ്പിൾ വേയില് വളരെ ബ്രീഫ് ആയിട്ടുള്ളത്. എനിക്ക് അതിനെപ്പറ്റി കുറെ അറിവുണ്ടായിരിക്കുമായിരിക്കും, പക്ഷെ ഞാൻ ഇനീഷ്യലി പറഞ്ഞു തരുമ്പോൾ ദിസ് ഈസ് ഫോർ ദിസ്, ആ രീതിയിലാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുക. നിങ്ങൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയും ഇത് ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പൊ നിങ്ങൾ അത് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയും ഇത് ഇങ്ങനെയും ചെയ്യാന്ന് പറയും. അതും ചെയ്ത് കഴിയുമ്പോൾ ഞാൻ പറയും നമുക്ക് വേറൊരു മെറ്റീരിയലുമായിട്ട് കമ്പൈൻ ചെയ്തത് ചെയ്യാം. ദാറ്റ് ഇസ് ദ വേ. സിമ്പിൾ ടു കോംപ്ലെക്സ്, ആ ഒരു രീതിയിൽ വേണം നമുക്ക് കുട്ടികൾക്ക് ഫണ്ടമെന്റൽ ലെസൺസ് പറഞ്ഞു കൊടുക്കാൻ. ആദ്യം തന്നെ എല്ലാം കൂടെ അങ്ങ് കൊടുക്കുമ്പോഴേക്കും അവർക്ക് പറ്റില്ല. അവരിങ്ങനെ സ്ലോലിയാണ് ഇത് എടുക്കുന്നത്. അവർക്ക് എത്രയും പെട്ടെന്ന് ഈ ആക്ടിവിറ്റി ചെയ്യാനാ, നമ്മളുടെ കഥ മുഴുവൻ കേൾക്കാനും ഉള്ള ക്ഷമയും കുഞ്ഞുങ്ങൾ കാണിക്കില്ല.
ഒരു ടോയ്സ് കൊണ്ട് വാങ്ങിച്ചു കൊടുത്തു. കുട്ടി ഇത് കിട്ടാനായിട്ട് ഇങ്ങനെ നമ്മൾ പറയും, നീ ഇത് ഇങ്ങനെ ഉപയോഗിക്കാനേ പാടുള്ളൂ, അങ്ങനെ ഉപയോഗിക്കാനേ പാടുള്ളൂ, ദിവസം ഒരു 5 മിനിറ്റേ പാടുള്ളൂ, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞിരിക്കാൻ അവനാകെ ഫെഡപ്പ് ആയി പോകൂലേ. അതുകൊണ്ട് ഏറ്റവും സിമ്പിൾ ആയിട്ട് എന്താണോ നമുക്ക് അവർക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് വളരെ സിമ്പിൾ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാം. MT9 ഡിപ്ലോമ PG കോമൺ സബ്ജക്റ്റുകളുടെ എക്സാംസ് കഴിഞ്ഞു. ഈ PG-കാർക്ക് 2 തിയറി എക്സാമും കൂടി ഉള്ളു. വൈവ ഓൾമോസ്റ്റ് തീരാറായി. അപ്പൊ MT9 ഒരു കുട്ടി എനിക്ക് കഴിഞ്ഞ ദിവസം മെസ്സേജ് ഇട്ടു, മാം ഞാനിങ്ങനെ മൺഡേ ഒരു ഇന്റർവ്യൂവിന് പോവുകയാണ്, ഞാൻ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം അങ്ങനെ. പക്ഷെ എന്റെ ഒരു പ്രശ്നം തന്നെയാണ് കേട്ടോ. ഞാൻ ഈ മെസ്സേജ് ഇങ്ങനെ റീഡ് ചെയ്തു, പിന്നെ റെസ്പോണ്ട് ചെയ്യാം, കാരണം എന്തോ തിരക്കിൽ മെസ്സേജ് വന്നപ്പോ വേഗം അത് റീഡ് ചെയ്തതാണ്. എന്നിട്ട് പിന്നെ റെസ്പോണ്ട് ചെയ്യാന്ന്, അങ്ങനെ പലരുടെ എനിക്ക് ഉണ്ടാവട്ടോ. നിങ്ങളുടെ ബാച്ചിലൊക്കെ കാണുമായിരിക്കും. പലർക്കും എന്തെങ്കിലും ആൾക്കാരുടെ എന്നോട് വിഷമം ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എന്നെ പിന്നെ ഒരു ഹായ് ഇട്ട് എന്നെ ഒന്ന് റിമൈൻഡ് ചെയ്യിച്ചാൽ മതി. ഞാൻ ഇന്നലെ രാത്രിയാണ്, അയ്യോ ആ കുട്ടി എന്നോട് അത് ചോദിച്ചോണ്ട് ഇന്നാണല്ലോ അതിന്റെ ഇന്റർവ്യൂ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും. ഞാൻ രാവിലെ തന്നെ ആ കുട്ടിയെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞു ആദ്യം സോറി ഒക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ബി യുവർ സെൽഫ്. ഇന്റർവ്യൂവിന് പോകുമ്പോ നമ്മള് എന്താ പറയാ, എക്സ്ട്രാ ആയിട്ട് ഒന്നും പിടിപ്പിച്ച് വെക്കണ്ട. ബി യുവർ സെൽഫ്. പിന്നെ സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്ത് പറയുക. നമ്മളുടെ കഥ കേൾക്കാനൊന്നും മോണ്ടിസോറി മെത്തേഡ് അറിയാവുന്ന ഇന്റർവ്യൂ ബോർഡ്, മോണ്ടിസോറി മെത്തേഡ് എന്നല്ല, ഏതൊരു ഇന്റർവ്യൂ ബോർഡിലുള്ളവർക്കും അപ് ടു ദ പോയിന്റ് കേൾക്കാനേ താല്പര്യമുള്ളൂ. നമ്മൾ കുറേ കാര്യങ്ങൾ വാരി വലിച്ച് പറയുന്നത് അവർ ശ്രദ്ധിക്കില്ല. സിമ്പിൾ ആയിട്ട് ബ്രീഫ് ചെയ്യുക, ചോദിക്കുന്ന കാര്യങ്ങൾക്ക് വളരെ ക്ലിയർ ആയിട്ട് മറുപടി പറയുക. പിന്നെ ചെയ്ത എല്ലാം, വലിയൊരു ബിഗ് ഷോപ്പറോ ഒരു ട്രാവലിംഗ് ബാഗോ ആയിക്കോട്ടെ, ചെയ്ത എല്ലാ സാധനവും പറക്കിക്കൊണ്ട് പൊക്കോളാൻ പറയും. അങ്ങനെ ഞങ്ങൾ പോയിട്ടുണ്ട്. ഇന്റർവ്യൂ കഴിയുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുമായിരിക്കും. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ 3rd സ്റ്റേജിൽ വരുമ്പോഴേക്കും കുട്ടിക്ക് ഐഡിയയെ കുറിച്ച് നല്ലൊരു ക്ലിയർ പിക്ചർ കിട്ടും. അത് പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങും. റിപ്പീറ്റ് ചെയ്ത് ന്യൂ തിങ്സ്. ഇപ്പോ സജിനയല്ലേ പറഞ്ഞ മോൾക്ക് അത് വാങ്ങിച്ചു കൊടുത്തപ്പോ മോൾ അത് വെച്ചിട്ട് പല കാര്യങ്ങളാ ചെയ്യുന്നത്. നമുക്ക് തന്നെ അതിശയം വരും, ഇത് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതും കൂടെ നമുക്ക് ഭയങ്കര അതാണ്. അവരുടെ ഇമാജിനേഷനും ക്രിയേറ്റിവിറ്റിയും അത് ഭയങ്കര പവറാണ്. അതിനെ കെടുത്തുന്നത് പലപ്പോഴും നമ്മുടെ പല വേർഡ്സും ആക്ഷൻസും ആണ്. അതാണ് ഏറ്റവും സങ്കടകരമായ അവസ്ഥ. ഇമാജിനേഷൻ യൂസ് ചെയ്യുന്നു, കണക്ട് ചെയ്യുന്നു ഈ ഒരു മെറ്റീരിയൽസും സറൗണ്ടിങ്സും ആയിട്ട്. ചിലപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ സമയത്ത് ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടോയ് ആയിരിക്കും. കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആള് ചിലപ്പോൾ അടുക്കളയിലേക്ക് പോകണതാണ്, അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങണതാണ്. അപ്പൊ എന്തെങ്കിലും ഒരു സാധനം കൂടെ എടുത്തോണ്ട് വന്ന് അതും ഇതും കൂടെ വെച്ചിട്ട് എന്തൊക്കെയോ കളി കളിക്കുന്നതാണ്. അതൊക്കെ അവരുടെ കുറെ മെന്റൽ ഇമേജ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടാവും പല സാധനങ്ങളുമായിട്ട്. 5th സ്റ്റേജ് ചില സമയത്ത് പറയില്ലേ, ഒരു അനക്കവും കേൾക്കുന്നില്ലല്ലോ, എന്തോ കുരുത്തക്കേട് കാണിക്കുകയായിരിക്കും പോലെ നമ്മൾ ചെന്ന് നോക്കുമ്പോൾ കിട്ടിയ ടോയ് ചിലപ്പോൾ അഴിച്ചു പറക്കിയെടുക്കുന്നുണ്ടാവും എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട്. അപ്പൊ അങ്ങനെയും കാണും. ഓക്കെ, 5th സ്റ്റേജ്. അപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആക്ഷനും സ്പോണ്ടേനിയസ് ആക്ടിവിറ്റിയും വരികയാണ്. അപ്പൊ അതിനുള്ള ലേണിംഗ് ഏരിയ നമ്മൾക്ക് എങ്ങനെ ഡിസൈൻ ചെയ്യാം. നമ്മുടെ വീട്ടിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കത് ചെയ്തു വെക്കാവുന്നേ ഉള്ളൂ. അവരുടെ കയ്യിലേക്ക് മൊബൈൽ അങ്ങനെയുള്ള സാധനങ്ങൾ ഏൽപ്പിക്കാതിരിക്കുക. പലപ്പോഴും കാണുന്ന കാഴ്ച, യാത്രകളൊക്കെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ എവിടെയും ഏതൊരു ഏരിയയിലും, ഹോസ്പിറ്റലാണെങ്കിലും ശരി, എവിടെയും ചെന്നിരിക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയാണ് കുട്ടികളുടെ കയ്യിൽ മൊബൈലും ഈ ഐപാഡ് അങ്ങനെയുള്ള ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സ് ഇരിക്കുന്നത്. ഒരു 2 വർഷത്തെ ആ ഇടവേളയിലെ കുട്ടികളുടെ കയ്യിൽ ആയിപ്പോയതാണ് കോവിഡ് കാരണം. അതിനുശേഷം ജനിച്ച കുഞ്ഞുങ്ങളുടെ കയ്യിലൊക്കെ എങ്ങനെയാ ഇത് വരുന്നതെന്ന് എനിക്ക് ആലോചിച്ചു ഒരു പിടിയും കിട്ടുന്നില്ല. അപ്പൊ അതിന്റെ കൾപ്രിറ്റ്സ് നമ്മൾ പാരന്റ്സ് തന്നെയാണ്. നമ്മൾ തന്നെയായിരിക്കും അവർക്ക് അത് കൊടുക്കുന്നത്. നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്നിടത്ത് നമുക്ക് ശ്രദ്ധിക്കാം. ഓക്കെ, സോ ലേണിംഗ് ഏരിയ, നിങ്ങൾക്ക് ആ ലേണിംഗ് ഏരിയ വായിച്ചാൽ തന്നെ മനസ്സിലാകുമായിരിക്കും. ഇതൊക്കെ നമുക്ക് വീട്ടിലും നമ്മൾ വർക്ക് ചെയ്യുന്ന സ്കൂളില്, നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിങ്ങൾക്ക് അതിനുള്ളൊരു ഫ്രീഡം ഉണ്ട്. ഇന്നോവേറ്റീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ഡെഫിനറ്റ്ലി അവർ വെൽക്കം ചെയ്യും. ഓക്കെ, ലേണിംഗ് മെറ്റീരിയൽസ്, അങ്ങനെ 2 ഏരിയ. ലേണിംഗ് ഏരിയ എന്താണ്, അവിടെ എന്തെല്ലാം മെറ്റീരിയൽസ് കൊടുക്കണം, അവിടെ കുട്ടി എന്തൊക്കെ ചെയ്യുന്നു, അങ്ങനെയുള്ള രീതിയിൽ ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണോ അത് നിങ്ങൾ ആരെങ്കിലും ചെയ്യും? Learning materials. Construction area many boxes with a junk. The child can use his imagination and make whatever he wants. കൺസ്ട്രക്ഷൻ ഏരിയയിലെ ജങ്ക് ബോക്സ്, വേസ്റ്റ് മെറ്റീരിയൽസ് ഒക്കെ കുട്ടി ഇഷ്ടമുള്ളത് നിർമ്മിക്കാനായിട്ട് ഇമാജിനേഷൻ ഉപയോഗിച്ച് നിർമ്മിക്കുന്നു. ടെക്നോളജി ഏരിയ വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ് എക്സെട്ര. ഫോർ എക്സാമ്പിൾ, ദ ചൈൽഡ് ക്യാൻ പ്ലാൻ a model on paper and then create one. വുഡ്, ഇലാസ്റ്റിക് ബാൻഡ്സ് പോലുള്ള വസ്തുക്കൾ
കുട്ടി പേപ്പറിൽ അതിൻ്റെ മോഡല് ചെയ്ത് റിയൽ മോഡലാക്കിയിട്ട് അതിൻ്റെ രൂപം ഉണ്ടാക്കുന്നത്. സയൻസ് ഏരിയ സാൻഡ് പിറ്റ് ഇൻ ദ ഗാർഡൻ വാട്ടർ പ്ലേ. സാൻഡ് പിറ്റ് വാട്ടർ പ്ലേ ഒക്കെ പ്രകൃതിയുമായി ബന്ധപ്പെടുന്ന റിയൽ യഥാർത്ഥ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് നിർമ്മിക്കുന്നത്. മാത്സ് ഏരിയ ബോർഡ് ഗെയിംസ് ഷേപ്സ് ഓഫ് ഓൾ പാറ്റേൺസ്. ലാംഗ്വേജ് ഏരിയ ടെൽ ദ ചിൽഡ്രൻ എ സ്റ്റോറി ആൻഡ് ദേ ക്യാൻ retell it, tape it and have different tapes to listen to. ഈ മാത്സ് ഏരിയ ബോർഡ് ഗെയിംസും ഷേപ്സ് പാറ്റേൺ ആക്ടിവിറ്റീസ് ഒക്കെ നിർമ്മിക്കുന്നത്. ആൻഡ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ ഫിംഗർ പെയിന്റിംഗ്, പേപ്പർ പ്രിന്റിംഗ് എക്സെട്ര ടു ഡു കൊളാജ്, ജങ്ക് ആർട്ട് ആൻഡ് എക്സെട്ര. കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടി അത് റീറ്റെയിൽ വീണ്ടും അത് പറയുന്നതും ലിസണിങ് മെറ്റീരിയൽസ് ടേപ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. മ്യൂസിക് ഏരിയ stories with the instruments like pets and the wolf. Reading make different instruments like drums, water in bottles. കഥകള്, സംഗീതം, പെറ്റിന്റെയും വൂൾഫിന്റെയും ഒക്കെ പോലുള്ള ഇത്, ഡ്രംസ്, ബോട്ടില്, വാട്ടർ ബോട്ടില്, ഇവിടെയൊക്കെ സൗണ്ട്സ് ഉപയോഗിച്ച് സൗണ്ട് എക്സ്പ്ലോറേഷൻ നടത്തുന്നത്. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, ജിം, ഗെയിംസ് ആൻഡ് മൂവ്മെന്റ് ആക്ടിവിറ്റീസ്. ജിം ആക്ടിവിറ്റീസ്, മൂവ്മെന്റ്, ഗെയിംസ്, ബോഡി കോർഡിനേഷന്, അതെല്ലാം ഇമാജിൻ ചെയ്യുന്നത്. ഇമാജിനേറ്റീവ് പ്ലേ, റോൾ പ്ലേ. ദിസ് ഈസ് വെൻ ചിൽഡ്രൻ ആക്ട് ഔട്ട് ഗെയിംസ് ബേസ്ഡ് ഓൺ സിറ്റുവേഷൻസ് ദേ ക്യാൻ സീ അറൌണ്ട് ദം ലൈക്ക് മമ്മി ആൻഡ് പാപ്പ, doctors and nurses, teachers and children's. This is not fantasy but the child's way of understanding relationships and situations they see around them. മമ്മി, പപ്പ, ഡോക്ടർ, ടീച്ചർ, നേഴ്സ് എന്നിവയൊക്കെ ആയിട്ട് കുട്ടികൾ അഭിനയിക്കുന്നത്. ഇത് ഫാന്റസി ആയിട്ടല്ല, ജീവിതത്തിൽ കാണുന്ന ഒരു റോൾ മോഡൽ പോലെ മനസ്സിലാക്കാനുള്ള ഒരു മാർഗമായിട്ട് കുട്ടികളത് ചെയ്യുന്നു. ഓക്കെ മാം. കൺസ്ട്രക്ഷൻ ഏരിയ അല്ലേ, കുറെ പണിയെടുക്കുന്നവരാണ് ഈ കുട്ടികൾ. നമ്മളെ പോലെ ഒന്നുമില്ല, ഭയങ്കര സ്പീഡിലായിരിക്കും അവരുടെ ഓരോ മൂവ്മെന്റ്സും. കുറെ ബോക്സസ് വയ്ക്കാം, നിറയെ ജങ്ക് ആയിട്ടുള്ള ചിലപ്പോൾ പേപ്പേഴ്സ് ഉണ്ടാകാം, സിസേഴ്സ് കൊടുക്കാം. ബ്ലണ്ട് ആയിട്ടുള്ള സിസേഴ്സ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് കൈയൊന്നും ഹാം ആവില്ല. പേപ്പർ കട്ടാവുന്ന രീതിയിലുള്ള ബ്ലണ്ട്, അധികം ഷാർപ്പ് അല്ലാത്തത്. ക്ലോത്തിനൊക്കെയാണല്ലോ വലിയ മുറിച്ചുള്ളത് വേണ്ടത്. കുട്ടികൾ അവരുടെ ഇമാജിനേഷൻ അനുസരിച്ച് അത് കട്ട് ചെയ്ത് പല പല കാര്യങ്ങളും അവരിവിടെ ചെയ്യും. ആ ഒരു പേപ്പർ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ ചില മോഡൽസ് ഉണ്ടാക്കും, ചില ഷേപ്സ് ഉണ്ടാക്കും, അങ്ങനെ പല കാര്യങ്ങളും ചെയ്യും. ടെക്നോളജി ഏരിയയിൽ കുറച്ചുകൂടെ ഒന്ന് അഡ്വാൻസ്ഡ് ആയി വുഡൻ പീസസ്, ഇലാസ്റ്റിക് ബാൻഡ്. അപ്പൊ പല വുഡൻ പീസസ് തമ്മിൽ ഇലാസ്റ്റിക് ബാൻഡ് വെച്ച് ജോയിൻ ചെയ്തോ എങ്ങനെയെങ്കിലും അവര്, അല്ലെങ്കിൽ സ്റ്റാക്ക് ചെയ്തോ, അങ്ങനെയൊക്കെ നമ്മളുടെ മോണ്ടിസോറി മെറ്റീരിയൽസ് എല്ലാം തന്നെ വുഡൻ, ഓൾമോസ്റ്റ് എല്ലാം വുഡനിൽ ഉള്ളതാണ്. അപ്പൊ അതെല്ലാം അവരങ്ങനെ ചെയ്യാറുണ്ട് അല്ലെ, സ്റ്റാക്ക് ചെയ്തോ എന്തെങ്കിലും രീതിയിൽ അവര് ഓരോ മോഡൽസ് പ്രിപ്പയർ ചെയ്യും. പേപ്പർ യൂസ് ചെയ്തും, പേപ്പർ ഉണ്ടാവും കൂടെ. സയൻസ് ഏരിയ എന്ന് പറയുമ്പോൾ നമുക്ക് ഗാർഡൻ ഉണ്ടായിരിക്കും, പിന്നെ മണ്ണില് കാലുകൊണ്ട് മണ്ണ്. ഞാൻ ബാംഗ്ലൂർ ഒരു സ്കൂൾ, എൻ്റെ ഒരു ഫ്രണ്ടിന്റെ കുട്ടികൾ പഠിക്കുന്ന പറയും, ഈ നമ്മള് പണ്ട് ഈ ഫാമിലൊക്കെ കൃഷിയിടങ്ങളിലൊക്കെ ആളുകൾ കാല് വെച്ച് ഇങ്ങനെ മണ്ണൊക്കെ കുഴച്ച് മിക്സ് ചെയ്യുമല്ലോ, ആ ഒരു രീതിയിൽ കുട്ടികളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്ന രീതികളും. പിന്നെ വാട്ടർ പ്ലേ ഏരിയ ഉണ്ടാവും അവർക്ക്, സ്വിമ്മിംഗ് പൂള് പോലുള്ളത്. അതിപ്പം ചിലതൊക്കെ ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള, അത് ആ ഒരു ഇൻഫ്ലേറ്റ് ചെയ്യുന്ന, ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ വലുതാക്കുന്നതും പിന്നീട് ആവശ്യം കഴിയുമ്പോൾ മടക്കി വെക്കുന്ന രീതിയിലുള്ള വാട്ടർ പ്ലേ ഉണ്ടല്ലോ, അത് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണോ അതൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാത്ത സ്വിമ്മിംഗ് പൂളൊക്കെ ആണെങ്കിൽ കൊച്ചുകുട്ടികളുടെ കാര്യത്തിൽ സേഫ്റ്റി പ്രശ്നങ്ങൾ ഉണ്ടാവും. ഓക്കെ, അങ്ങനെ ഞാൻ കണ്ട ഒരു മോണ്ടിസോറി സ്കൂളിലെ വാട്ടർ പ്ലേ ഏരിയ ആയിട്ട് അതായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതിപ്പോ എത്ര വലുപ്പത്തിലുള്ളതാണെങ്കിലും നമുക്ക് വാങ്ങിക്കാനായിട്ട് പറ്റും. അങ്ങനെയുള്ളത്. അങ്ങനെ സയൻസ് ഏരിയയിൽ പിന്നെ അവിടെ ചെടി നടാം, ചെടി നനയ്ക്കാം,
പിന്നെ സ്പ്രൗട്ട് ചെയ്യുന്നത്, പിന്നെ വിത്തിടുമ്പോൾ അത് മുളച്ചു വരുന്നത് ഓരോ ദിവസമായിട്ട് കുട്ടികളെ കൊണ്ട് നമുക്ക് ഒബ്സർവ് ചെയ്യിക്കാം. അവർക്ക് അതൊക്കെ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും, ഭയങ്കര കൗതുകമായിരിക്കും അതൊക്കെ കാണുമ്പോൾ. പിന്നെ മാത്സ് ഏരിയയിലെ ബോർഡ് ഗെയിംസ് ഓൾറെഡി നമുക്കറിയാം. മോണ്ടസോറി എൻവിയോൺമെന്റിലെ ബോർഡ് ഗെയിംസ് ആയിരുന്നു കൂടുതൽ. നമുക്ക് അരിത്തമെറ്റിക് ഓപ്പറേഷൻസിനെല്ലാം ബോർഡാണ്. അതുപോലെ തന്നെ കൗണ്ട് ചെയ്യാൻ നമുക്ക് സിഗിൻ ബോർഡ് ഒക്കെ ഉണ്ട്. പുതിയ മെറ്റീരിയൽസ് വന്നതിലുണ്ട് കേട്ടോ. സിഗിൻ ബോർഡ് നിങ്ങൾക്ക് കാണിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പൊ അങ്ങനെ കാണിച്ചു മീൻസ് നേരിട്ട് വന്നവർ കണ്ടിട്ടുണ്ടാവും. സിഗിൻ ബോർഡും സ്പിൻഡിൽ ബോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് ചോദിച്ചത് ഡെമോ ക്ലാസ് നിങ്ങൾക്ക് വേണോ. 12 ബാച്ചിന് ഇപ്പൊ ഞാൻ കൊടുത്തോണ്ടിരിക്കുകയാണ്, 12th ബാച്ചിന്. നെക്സ്റ്റ് മാത്സ് ഏരിയ വരുന്നത്. മാത്സ് ഏരിയ നമ്മൾ പറഞ്ഞു ബോർഡ് ഗെയിംസും പിന്നെ പല പല ഷേപ്സും. പിന്നെ ഓൾറെഡി നിങ്ങൾ 5th റെക്കോർഡ് എഴുതിക്കൊണ്ടിരിക്കുവാണെങ്കിൽ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രയാങ്കിൾസ് ഒന്ന് വരച്ചു വെക്കാൻ പറ്റുമോ? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രയാങ്കിൾസ് എന്ന് പറയുമ്പം ആദ്യം നമ്മൾക്ക് കാറ്റഗറി വന്നു, പിന്നെ പല ടൈപ്പ് സൈഡും ഒക്കെ അനുസരിച്ച് പല ടൈപ്പും. അതായത് കാറ്റഗറിയിൽ നമുക്ക് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, പിന്നെ ഐസോസിലസ് ട്രയാങ്കിൾ, ഇക്വലാറ്ററൽ ട്രയാങ്കിൾ, 3 സൈഡ്സും ഡിഫറെന്റ് ആയിട്ട് വരുന്ന എന്താ സ്കേലിയൻ അല്ലെ, സ്കേലിയൻ ട്രയാങ്കിൾ. പിന്നെ അതിൽ തന്നെ പല വേർഷൻസ്. ഇപ്പൊ റൈറ്റ് എന്താ പറയാ സ്കെയിൽ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, സ്കേലിയൻ, അങ്ങനെയൊക്കെ പല രീതികളുണ്ടല്ലോ. അങ്ങനെ അതും അങ്ങനെയൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവായിരുന്നു. അല്ലെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ ചെയ്യുമ്പോൾ കുറെ കിട്ടും. അപ്പൊ അതിനനുസരിച്ച് ഇപ്പൊ ഒന്ന് വരച്ചു വെക്കുകയാണെങ്കിൽ നന്നായിരുന്നു. പിന്നെ പല പോളിഗൺസ്, ട്രയാങ്കിൾ മാത്രമല്ല ബാക്കി പോളിഗൺസ് വരയ്ക്കാനൊക്കെ സ്പേസ് ഉണ്ടെങ്കിൽ എല്ലാം വരച്ചു വെച്ചോളൂ. ലൈക്ക് പാരലോഗ്രാം, റെക്ടാംഗിൾ, സ്ക്വയർ, റോംബസ്, കൈറ്റ്, ട്രപ്പിസോയിഡ്, പിന്നെ പെന്റഗൺ, ഹെക്സഗൺ, അത്ര മതിയായി. 6 സൈഡ് വരെയുള്ളത് മതിയാവും. ഓക്കെ, നെക്സ്റ്റ് ലാംഗ്വേജ് ഏരിയ. കുട്ടികളോട് കഥകൾ പറഞ്ഞു കൊടുക്കുക. അതിനകത്ത് ടേപ്പ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മളിപ്പോ ഇതെല്ലാം മൊബൈലിലൊക്കെ റെക്കോർഡ് ചെയ്യലാണല്ലോ. അങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പിന്നീട് അവരെ തന്നെ കേൾപ്പിച്ചു കൊടുക്കാം. അവര് പറഞ്ഞ കഥ അവരുടെ വോയിസ് മോഡുലേഷൻ മനസ്സിലാക്കി കൊടുക്കാം. അങ്ങനെ നമ്മൾ കഥ പറഞ്ഞു കൊടുക്കണം, അവരോട് അത് റീടെൽ ചെയ്യാൻ പറയണം, അവരത് കേട്ടപ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുമ്പോൾ അതുപോലെ എക്സ്പ്രസീവായിട്ട് വോയിസ് മോഡുലേഷനോട് കൂടി വേണം പറഞ്ഞു കൊടുക്കാനായിട്ട്. ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ഏരിയ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. ഫിംഗർ പെയിന്റിങ്, പേപ്പർ പ്രിന്റിങ്, അതുപോലെ തന്നെ വെജിറ്റബിൾ ഡൈ അതങ്ങനെ യൂസ് ചെയ്ത അങ്ങനെയുള്ളതുണ്ടല്ലോ അത്. പിന്നെ കൊളാഷ് ചെയ്യിക്കാം. പേപ്പർ പല പല രീതിയിൽ കട്ട് ചെയ്ത് ഒട്ടിച്ചൊട്ടിച്ച് അത് നല്ല ഭംഗിയായിരിക്കും. കൊളാഷ് ചെയ്യിക്കാം. ഏതെങ്കിലും രീതിയിലുള്ള ജങ്കാർട്ടുകളും ചെയ്യിക്കാം. മ്യൂസിക് ഏരിയ. സ്റ്റോറി ഒക്കെ പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ മ്യൂസിക് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. പിന്നെ നമ്മൾ കണ്ടിട്ടില്ലേ പല ഈ വെള്ളം പല ലെവൽസിൽ ബോട്ടിൽസിൽ ഇങ്ങനെ നിറച്ചു വെച്ചിട്ട് തട്ടുമ്പോൾ വാട്ടർ ലെവലിനനുസരിച്ച് അതിൽ നിന്ന് വരുന്ന സൗണ്ട് ഡിഫറെന്റ് ആയിരിക്കും. പിന്നെ ട്രംപറ്റ് ഉണ്ടാകാം, ഡ്രം ഉണ്ടാകാം, ജാസ്, അങ്ങനെയുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു മ്യൂസിക്കൽ ഏരിയ. ഫിസിക്കൽ ആക്ടിവിറ്റീസ്, മങ്കി ബാർ ഒക്കെ പ്രൊവൈഡ് ചെയ്യാം. മങ്കി ബാർ ഒക്കെ കണ്ടിട്ടില്ലേ, കുരങ്ങൻ ഇങ്ങനെ കയറുന്ന പോലെ ആ മങ്കി ബാറിൽ ഇങ്ങനെ കയറി കയറി കുട്ടികൾക്ക് നല്ലൊരു ഫിസിക്കൽ ഒരു ആക്ടിവിറ്റിയാണ്. പാർക്കുകളിലൊക്കെ കാണാൻ പറ്റും. സ്വിംഗ് ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ലാഡർ ആൻഡ് സ്ലൈഡ്, പിന്നെ സീസോ, അങ്ങനെ അങ്ങനെ ആ രീതിയിൽ ഫിസിക്കൽ ആക്ടിവിറ്റിക്ക് പറ്റുന്ന രീതിയിലുള്ള പല കാര്യങ്ങൾ, ജിം പോലെയുള്ളതൊക്കെ നമുക്കൊരു ഏരിയ അവിടെ ക്രിയേറ്റ് ചെയ്യാം. ഇമാജിനേറ്റീവ് പ്ലേ, അത് റോൾ പ്ലേ ആണ് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇവിടെ മറിയ മോണ്ടിസോറി പറയുന്നത് അവരവരുടെ ചുറ്റും കാണുന്ന സിറ്റുവേഷൻസുമായിട്ട് കണക്ട് ചെയ്യുന്നുള്ള റോൾ പ്ലേ വെക്കുക. നമ്മൾ ചെറുപ്പകാലത്തിൽ അങ്ങനെയാണല്ലോ കണ്ടിട്ടുള്ളത്. കസ്റ്റമറും എന്താ പച്ചക്കറി കടക്കാരനും അങ്ങനെ, പിന്നെ ചെറിയ ചട്ടിയില് ചോറും കറിയൊക്കെ വെക്കുന്ന പോലെയൊക്കെയുള്ള കളികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഡോക്ടർ ആൻഡ് നേഴ്സ്, ടീച്ചേഴ്സ് ആൻഡ് ചിൽഡ്രൻ, ഇതൊന്നും ഫാന്റസി അല്ല, ഇത് ഇവരുടെ ചുറ്റും കാണുന്നതാണ്. റിലേഷൻഷിപ്പിനെ കുറിച്ചുള്ള ഒരു ഐഡിയ അവർക്ക് കിട്ടും എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓക്കെ, നമ്മുടെ വീട്ടിൽ ഇതുപോലെ നമ്മൾക്ക് പറ്റുന്ന ഒരു സ്പേസിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ഏരിയ നമുക്ക് ഡിസൈൻ ചെയ്ത് വെക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അവര് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. ഓക്കെ, സ്കൂൾ കാലഘട്ടത്തിലൊക്കെ ചെറുതായിരുന്ന സമയത്ത് വെക്കേഷൻ സമയത്ത് ഞങ്ങളൊക്കെ ചെയ്യുന്നതായിരുന്നു. ഒരു ചെറിയ വീട് പോലെയൊക്കെ കെട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു സ്പേസിൽ വീടിന്റെ സംഭവങ്ങളും ഒരു സ്ഥലത്ത് കട അങ്ങനെയൊക്കെ വെച്ചിട്ട് നമ്മൾ കളിക്കുമായിരുന്നു. അങ്ങനെയുള്ള കുറെ കുട്ടിക്കാലൊക്കെ നമ്മുടെ കുട്ടികൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നൊരു സംശയം. ഡെവലപ്മെന്റ് ഓഫ് ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫാണിത്. അതിൽ പല സോഷ്യൽ വാല്യൂസ് വരുന്നത്, അവരുടെ റെസ്പോൺസിബിലിറ്റി വരുന്നത്, അവരെ ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെ ലേൺ ചെയ്യുന്നത്. പിന്നെ അവരുടെ ലൈഫിൽ അഡൾട്ടിന്റെ റോള്, അത് പാരന്റ്സ് ആയിരിക്കാം, മറ്റ് ഫാമിലി മെമ്പേഴ്സ് ആയിരിക്കാം, ടീച്ചേഴ്സ് ആയിരിക്കാം.
അങ്ങനെ അവരിലെ മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഓരോ കുട്ടികളും വളരുന്നത് ഓരോ സാഹചര്യങ്ങളിലാണല്ലേ. പല റിലീജിയസ് ബിലീഫും ട്രഡീഷൻസും കൾച്ചറും ഒക്കെയുള്ള ഫാമിലികളിലുള്ള കുട്ടികളായിരിക്കും. അപ്പൊ അതിൽ നിന്നെല്ലാം അവർക്ക് കുറേ വാല്യൂസ് അവർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ ഓരോ ലൈഫിന്റെ ഓരോ സിറ്റുവേഷൻസിലൂടെ കടന്നു പോകും. ഓക്കെ, ഇതാരെങ്കിലും ഒന്ന് റീഡ് ചെയ്തോളൂ. മുഴുവൻ റീഡ് ചെയ്താലും കുഴപ്പമില്ല, നമുക്ക് ഓരോന്നായിട്ട് പറഞ്ഞു പോവാം. നിങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞോളൂ, അല്ലെങ്കിൽ നോക്കൂ. കറക്റ്റ് 11:30 എനിക്ക് സ്റ്റോപ്പ് ചെയ്യാം, കാരണം എനിക്ക് 11:30 അടുത്ത ക്ലാസ്സിൽ കയറാനുള്ളത് കൊണ്ടാണ്. ഓക്കെ, പ്ലീസ്. ലവണിയുടെ പനിയെല്ലാം മാറിയോ? എല്ലാം സുഖമായോ? കൈയൊക്കെ ശരിയായോ? ഇല്ലേ, പോയോ? ഓക്കെ ആയി വരുന്നു മാം, ഓക്കെ ആയി വരുന്നു. കുറഞ്ഞിട്ടുണ്ട്. പക്ഷെ കൈയുടെ അത് ലൈഫ് ലോങ് നമ്മൾ കൂടാതെ നോക്കണം എന്നാണ് പറയണേ മാം. നമ്മളധികം സ്ട്രെയിൻ ചെയ്യാണ്ട് നോക്കണം എന്നാ പറയണേ. അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കും. അങ്ങനെ ചെയ്യാനാ പറഞ്ഞേക്കണം. അല്ലാണ്ട് വേറെ അതിനകത്ത് നമ്മൾ കൂടാതെ നോക്കണം, അല്ലാതെ വേറെ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ ബോഡിയുടെ റെസ്പോൺസ് നമുക്കല്ലേ മനസ്സിലാവുള്ളൂ. അപ്പൊ അതിനനുസരിച്ച് മാനേജ് ചെയ്യും. പിന്നെ എനിക്ക് കുറച്ചൊക്കെ എന്തായാലും ഇപ്പം വീട്ടിൽ തന്നെ എന്തെങ്കിലും ചെയ്തു. ഹസ്ബൻഡ് വന്നിട്ടുണ്ട്, ലീവിന് വന്നിട്ടുണ്ട്. അപ്പം എന്തായാലും പിന്നെ ഹസ്ബൻഡാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ചെയ്ത് വരുമ്പോഴേക്കും എനിക്ക് കൈക്ക് വേദന വരും, വിഷമം വരും. അപ്പം അതുകൊണ്ട് ഞാനപ്പോൾ അത് സ്റ്റോപ്പ് ചെയ്യും. അപ്പം പിന്നെ അങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ പോകണം മാം. Take care. Okay, please. ഓക്കെ, താങ്ക് യു മാം. So, development of emotional please. ആരുമില്ലാന്ന് വിചാരിച്ചതാ. Development of emotional and spiritual life. Montessori believed that the child possesses within him at birth the sense that responds to his emotional and spiritual surroundings. She believed children need motivation from those around them. He develops his emotional and spiritual life through receiving stimuli from people when he communicates with them. First point, learning social interaction. It is during the interaction with his classmates in the Montessori environment that the child comes across experience which helps him to develop emotional maturity. Through the activities in the specially prepared environment, children learn sociability, good manners, and how to be considerate and share. Next point, sense of mutual responsibility is also a needed part in this area, so children need to be allowed to help one another, which will help to develop the feelings of empathy in them. The vertical grouping, the system of putting the children of ranging age groups in one class, allows the connection between younger children to older ones and vice versa. This gives the elder to help the youngsters and also to sense a role model to them. Next point, role of adult. Children should be treated in a loving, caring way. Whenever children make mistakes, they should not be chided or treated severely unless they are disturbing or destructive. Adults should behave using the knowledge the children have the ability to feel love and be attracted to people who behave lovingly, but will be destroyed if the adults are not careful. Development of moral values. For the development of moral sense to take place, good and evil must be apparently differentiated in the environment. Adults should help by exaction the understanding of what is good and setting clear limits against detrimental or unsociable behaviors. Thank you. വായിച്ച് കേട്ടപ്പോ എന്തെങ്കിലും ആർക്കെങ്കിലും ആഡ് ചെയ്യാൻ തോന്നിയോ? കുട്ടികളുടെ
ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ ലൈഫിന്റെ ഒരു ഡെവലപ്മെന്റ് ആണ് കേട്ടോ. ഈ സ്പിരിച്വൽ ലൈഫ് എന്ന് പറയുന്നത് ഭയങ്കര ഭക്തി അങ്ങനെയുള്ളതുമായിട്ട് റിലേറ്റഡ് അല്ല. ജസ്റ്റ് അവര് റിയാലിറ്റി, ആ ഒരു റിലീജിയസ് ബിലീഫ് ഫോളോ ചെയ്യുന്ന ഫാമിലി ആണെങ്കിൽ അതും ഉണ്ടാകും. അതിൽ കൂടെ അവർക്ക് ഒരു വാല്യൂ ആണ് കിട്ടുന്നത്. യെസ്, എല്ലാം എക്സിസ്റ്റ് ചെയ്യുന്നതിന് പുറകിലൊരു ഫോഴ്സ് ഉണ്ട് എന്നുള്ള രീതിയിൽ. അപ്പം അങ്ങനെയല്ല, അങ്ങനെ ഒരു റിലീജിയസ് ബിലീഫ് ഉള്ള ഒരു ഫാമിലിയിലല്ല കുട്ടിയെങ്കിൽ കൂടിയും അവനറിയാൻ പറ്റും സംതിങ് ഇസ്, ഒരു ഫോഴ്സ് ഉണ്ട്, എന്തോ ഒരു ഫോഴ്സ് ആണ്. നമ്മള് സ്പിരിച്വൽ വെൽനെസ്സിൽ പറഞ്ഞത് തന്നെ ഒരു ഫോഴ്സ് ആണ്. കുറച്ച് വലുതാകുമ്പോൾ അവനറിയാം ഇങ്ങനെ ഒരു കാര്യം തന്നെത്താനെ ഉണ്ടാവില്ല, എന്തോ ഒരു ഫോഴ്സ് അതിനെ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്ന്. ആ ഒരു രീതിയിലുള്ള തോട്ടും കുട്ടികളിൽ വരും. മോണ്ടിസോറി പറയുന്നത് കുട്ടികളെ ബർത്തിൽ തന്നെ പല കാര്യങ്ങളും റെസ്പോണ്ട് ചെയ്യുന്നു ആ ഇമോഷണൽ ആൻഡ് സ്പിരിച്വൽ സറൗണ്ടിങ്സ്. കുട്ടികൾക്ക് മോട്ടിവേഷൻ വേണം അവരുടെ ചുറ്റുപാടിൽ നിന്നും. ആ ഒരു ഇമോഷണൽ ഇതൊക്കെ നമുക്ക് മനസ്സിലാവും. കുട്ടിയുടെ കെയർ ഗീവറിൽ നിന്നും ഒന്ന് അകന്നു പോകുമ്പോഴേക്കും കുട്ടി വല്ലാതെ ടെൻഷൻ, ചിലപ്പോ ഇങ്ങനെ കുട്ടിയെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ കുട്ടിയുടെ ആ ഒരു ചുണ്ടൊക്കെ കൂർപ്പിച്ച് സങ്കടം വരുന്നത് കാണാൻ വേണ്ടി വളരെ ദുഷ്ടതയോടുകൂടി ആൾക്കാർ പറയുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അമ്മയെ കാണാനില്ല, അമ്മയെ കൊണ്ട് കളഞ്ഞു എന്നൊക്കെ പറയുമ്പോഴേക്കും അതിങ്ങനെ ഭയങ്കര വിതുമ്പി, ആ കുഞ്ഞു പ്രായത്തിൽ വിതുമ്പി കരച്ചിലിങ്ങനെ ആയി വരുമ്പോ ആയിരിക്കും അമ്മ പെട്ടെന്ന് ഓടി വരുന്നത്. അപ്പോഴേക്കും അതിന്റെ ആ ഒരു ഇമോഷൻ സ്വിച്ച് ചെയ്യുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പൊ ഇമോഷണൽ ഇത് അവരുടെ ചെറുപ്പത്തിലേ തന്നെ അവരിൽ ഉണ്ടാകുന്നുണ്ട് അല്ലെ. കുട്ടികള് അതിനുള്ള മോട്ടിവേഷൻസ് അവർക്ക് അവരുടെ ചുറ്റും നിന്നാണ് കിട്ടേണ്ടത്. ഈ മോട്ടിവേഷൻ ത്രൂ പല മെറ്റീരിയൽസിൽ നിന്നാകാം, പല ആളുകളിൽ നിന്നാകാം. മോണ്ടിസോറി എൻവിയോൺമെന്റില് സോഷ്യൽ ഇന്ററാക്ഷൻ, ക്ലാസ്സിൽ കുറെ കുട്ടികൾ ഉണ്ടല്ലേ, അവര് തമ്മിലുള്ള ഇന്ററാക്ഷൻ, ആ ഒരു പീർ ഗ്രൂപ്പ് മാത്രമല്ല ഏജ് ഡിഫറൻസ് ഉള്ള കുട്ടികളും ഉണ്ടായിരിക്കും. അവര് എങ്ങനെ സോഷ്യലൈസ് ചെയ്യാന്നുള്ളതും അവിടെ പഠിക്കുന്നു. പിന്നെ ഒരു സ്പെഷ്യലി പ്രിപ്പയർഡ് ആക്ടിവിറ്റി ഉണ്ടാവും. അത് ആ ഒരു എൻവയോൺമെന്റിൽ അങ്ങനെ ഒരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ അവരിൽ പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. കുട്ടി വളരെ ഒബീഡിയന്റ് ആകുന്നു, സെൽഫ് ഡിസിപ്ലിൻ അതിൽ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെയുള്ളത്. പിന്നെ ഗുഡ് മാനേഴ്സ്, പേഷ്യൻസ്, ഇതെല്ലാം അവരിൽ വരുന്നു. എങ്ങനെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യണം, ഷെയറിങ് എങ്ങനെയാണ്, അങ്ങനെയുള്ള രീതിയിലുള്ള കാര്യങ്ങളെല്ലാം കുഞ്ഞുങ്ങൾക്ക് വരും. സെൻസ് ഓഫ് ഫ്യൂച്ചർ റെസ്പോൺസിബിലിറ്റി, വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് ആണ് മോണ്ടിസോറി ക്ലാസ് റൂമുകളിൽ. വെർട്ടിക്കൽ ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഡിഫറെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികളെ ഒരുമിച്ചാക്കിയിരിക്കും. ഒരു 3 വയസ്സാകുമ്പോൾ ഒരു കുട്ടി ആ ഒരു എൻവയോൺമെന്റിലേക്ക് വരുമ്പോൾ കുട്ടികളെക്കാളും ഓൾഡർ ആയിട്ടുള്ള കുട്ടികൾ അവിടെ ഉണ്ടാവും. എൽഡർ ഗ്രൂപ്പ് ഉണ്ടാവും, 4 വയസ്സ്, 5 വയസ്സ്, 6 വയസ്സ് വരെ വരുന്ന കുട്ടികൾ. അപ്പൊ അത് കാണുന്നത് മുതിർന്ന കുട്ടികൾ താഴെയുള്ള കുട്ടികളെ സപ്പോർട്ട് ചെയ്യുന്നു. അവനിലും അത് തന്നെ വരും, ഞാനും തിരിച്ചു ചെയ്യണം എന്നുള്ള രീതിയിൽ. അങ്ങനെ അത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഒരാളെ ഫോളോ ചെയ്യുന്നത്. അവർക്കൊരു ഇത് കിട്ടുമ്പോൾ, ഒരു നല്ലൊരു പ്ലസ് ആയിട്ട് ഒരു സപ്പോർട്ട് എവിടെ നിന്നെങ്കിലും കിട്ടുമ്പോൾ അവർക്ക് തിരിച്ച് ചെയ്യാനും ആ ഒരു ഇഷ്ടം തോന്നും. ആ ഒരു മ്യൂച്വൽ ഹെൽപ്പ്, മ്യൂച്വൽ റെസ്പോൺസിബിലിറ്റി, റെസിപ്രോക്കൽ ഹെൽപ്പ് എന്നൊക്കെ പറയുന്നത്. ഈ റോൾ ഓഫ് അഡൾട്ട്, നമ്മുടെ അല്ലെങ്കിൽ ടീച്ചേഴ്സിന്റെ ആ ഒരു എൻവയോൺമെന്റിൽ വരുന്ന ടീച്ചേഴ്സിന്റെ റോൾ എന്ന് പറയുന്നത്, നമ്മൾ പാസീവ് ആയിരിക്കണം, ആക്റ്റീവ് ആയിരിക്കേണ്ടത് കുഞ്ഞുങ്ങളായിരിക്കും. കുട്ടികളെ നമ്മൾ നല്ല സ്നേഹത്തോടെ തന്നെ ട്രീറ്റ് ചെയ്യണം. അവരെ ചീഡ് എന്ന് പറഞ്ഞാൽ റിബ്യൂക്ക്, വഴക്ക് പറയരുതെന്ന്. എങ്ങനെ അവര് വല്ലാതെ ഡിസ്റ്റർബിങ് ആൻഡ് ഡിസ്ട്രക്റ്റീവ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ അവിടെ ഒരു ലിമിറ്റ്സ് വെച്ച് അവരെ കൺട്രോൾ ചെയ്യേണ്ടത്. അല്ലാത്ത സമയത്ത് അവരെ സിവിയർ ആയിട്ട് അവരോട് ഷൗട്ട് ചെയ്യുക, അവരെ പണിഷ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യരുതെന്നാണ് പറയുന്നത്. അവരുടെ മിസ്റ്റേക്കുകൾ പലപ്പോഴും കുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതായിരിക്കില്ല പല മിസ്റ്റേക്കുകളും. ഇനി അതല്ല, സാധനങ്ങൾ വലിച്ചെറിയുന്നു, ഭയങ്കര വാശി കാണിക്കുന്നു, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് അവിടെ ലിമിറ്റ്സ് സെറ്റ് ചെയ്യാം, കൺട്രോൾ ചെയ്യാം. അല്ലാത്ത സമയത്ത് കുട്ടികള് ടു ബി ലൗഡ്, അത് അവരുടെ റൈറ്റ്സ് തന്നെയാണ്. പിന്നെ അവരോട് സ്നേഹത്തോടെ പെരുമാറുമ്പോൾ അങ്ങനെയുള്ള ആളുകളോട് ഒരു ഭയങ്കര അട്രാക്റ്റഡ് ആയിരിക്കും, ഒരു റോൾ മോഡൽ ആയിരിക്കും, ഫോളോ ചെയ്യും. അല്ല അൺസോഷ്യബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് ഡീവിയേറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. അവരെ ഓരോ ആക്ടിവിറ്റീസിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ കൊടുത്ത് അവരെ പതുക്കെ ആ ഒരു ക്യാരക്ടറിൽ നിന്നും അവരെ മാറ്റിക്കൊണ്ടുവരണം. നെക്സ്റ്റ് മോറൽ വാല്യൂസ് ഡെവലപ്പ് ചെയ്യുന്നത്. മോറൽ വാല്യൂസ് എന്തെങ്കിലും ഈവിൾ ആയിട്ട്, ഗുഡ് ഈവിൾ എന്നുള്ളത് മനസ്സിലാക്കി കൊടുക്കണം കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ. അങ്ങനെ ഈവിൾ ആയിട്ട് എന്തെങ്കിലും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവിടെ അത് തന്നെ ക്ലിയർ ചെയ്ത് അത് ഇല്ലാതാക്കാനായിട്ട് നോക്കണം. കുട്ടികളുടെ ചിലപ്പോൾ അൺഫ്രണ്ട്ലി, അൺസോഷ്യബിൾ, ഡിസ്റ്റർബിങ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ ചിലപ്പോൾ കാണും. അതൊക്കെ ഒരു ഈവിൾ എഫക്റ്റ് ആണ്. അപ്പൊ അതെല്ലാം പെട്ടെന്ന് മാറ്റുന്ന രീതിയിൽ നമ്മൾക്ക് ആ സമയത്ത് ഇടപെടാം. ഓക്കെ, സോ ഞാൻ മൈൻഡപ്പ് ചെയ്യുവാണ്. നെക്സ്റ്റ് നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് ഗ്രോത്ത് ആണ് നിങ്ങളോടൊരു
എന്താ പറയുക, ഒരു ടൂള്, ഒരു അസസ്മെന്റ് ടൂള് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ സ്റ്റേജസ് ഓഫ് ഗ്രോത്തിന്റെ ഒരു ഭാഗമാണ് അടുത്ത് വരാൻ പോകുന്നത്. ജസ്റ്റ് ഒന്ന് വായിച്ചിട്ടൊക്കെ വരാം, അത് മനസ്സിലാവുന്നതേ ഉള്ളൂ, വായിച്ചിട്ട് വരാം. ഓക്കെ, എന്റെ പിയാനോ സൈൻ ഔട്ട് ഇട്ടോ. Thank you, Jisha ma'am, for today's class on the topic development of imagination and creativity. It is a very informative class. Thank you, my classmates, for your active participation. See you all in next class. This is Sajna signing. Thank you, ma'am. Thank you, ma'am. Thank you, ma'am.